കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊത്ത് ദൈവവചനവുമായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിദാസനാണ് പാസ്റ്റർ ജോയി അവർ. കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാം മിക്കവാറുമൊക്കെയുള്ള മുഖങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഇവിടെ കാണുന്നത് പോലെ ഭൂരിഭാഗം ആളുകളും ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. കഴിയുന്നിടത്തോളം ക്യാമറ ഓൺ ചെയ്യുന്നത് നല്ലതാണ്. നമുക്കൊരു ബൈബിൾ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു നേരിട്ട് മുഖം കണ്ട് സംസാരിക്കുന്നതും സംശയം ചോദിക്കുന്നതും ഒക്കെ വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അറിവിനൊത്തവണ്ണം ഞാൻ അത് പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കാം. അത് അന്നേരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് എനിക്ക് റെഫർ ചെയ്ത് ആ സംശയം തീർക്കാനായിട്ട് സാധിക്കും. സംശയങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം വചനം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മുടെ ഹൃദയത്തിനകത്ത് വരാം. അപ്പോൾ അതെല്ലാം നമ്മൾ തീർക്കണം. ചിലപ്പോൾ നമുക്ക് അബദ്ധധാരണകളുണ്ടാകും. എല്ലാം നല്ല ധാരണകളാണോ എന്നില്ല. ചിലപ്പോൾ നമുക്ക് അബദ്ധധാരണകളുണ്ട്. നമ്മളിങ്ങനെ ഹൃദയത്തിൽ കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. നമ്മൾ കേട്ട അറിവ് വെച്ചിങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ അതിരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യേശുവിനെ എത്ര വിദ്വാൻമാരാണ് സന്ദർശിച്ചത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മിക്കവാറും മൈക്ക് ഓൺ ചെയ്താൽ നിങ്ങൾ പറയും മൂന്നാണെന്ന് പറയുന്നവരൊന്ന് കൈപൊക്കി കാണിക്കുക. 3 വിദ്വാൻമാരാണ് യേശുവിനെ കാണാനായിട്ട് ചെന്നത് എന്ന് വിശ്വസിക്കുന്നത് അറിയാവുന്നവർ കൈപൊക്കി കാണിക്കും. തെറ്റ് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് തെറ്റ് മനസ്സിലാക്കിയെങ്കിൽ ശരി മനസ്സിലാകത്തുള്ളൂ. എന്നാൽ 3 വിദ്വാൻമാരല്ല, 3 സാധനങ്ങളാണ്. അവരുടെ പാസും കൂടെ അങ്ങ് കൈപൊക്കുക. 3 വിദ്വാൻമാരല്ല, 3 വിദ്വാൻമാർ, 3 സാധനങ്ങളാണ് കർത്താവിനെ അവർ കാഴ്ചവെച്ചത്. വിദ്വാൻമാർ 3 അല്ല. അപ്പം എങ്ങനെയോ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചില അബദ്ധധാരണകൾ വന്നിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കാം. പല ക്വസ്റ്റ്യനുണ്ട്, നിങ്ങളെല്ലാം മറുപടി പറയണമെന്നില്ല, എങ്കിലും ഞാൻ പറയാം. നമ്മളെല്ലാം ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം, നിനവേക്കാർ 3 ദിവസം ഉപവസിച്ചെന്ന്. അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നവരും അങ്ങനെ പഠിച്ചു വച്ചിരിക്കുന്നവരും ഒന്ന് കൈവക്കി കാണിച്ച്, നിനവേക്കാർ 3 ദിവസമാണ് ഉപവസിച്ചത് എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് നിങ്ങളെ ഒന്ന് കാണണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തെറ്റ് പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ തെറ്റ് പറഞ്ഞതുകൊണ്ട് നമുക്ക് അബദ്ധം വരുന്നൊന്നുമില്ല. 3 ദിവസമാണ് നിനവേക്കാർ ഉപവസിച്ചതെന്ന് ചിന്തിക്കുന്നവർ, കേട്ടിട്ടുള്ളവർ, വിശ്വസിക്കുന്നവർ ഒന്ന് കൈവക്കി കാണിച്ചോട്ടെ. നിങ്ങളുടെ ശബ്ദം കേൾക്കാനൊക്കാത്തതുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. നിനവേക്കാർ എത്ര ദിവസമാണ് ഉപവസിച്ചതെന്ന് വേദപുസ്തകത്തിൽ തെളിവില്ല. നമ്മളെങ്ങനെയും അത് അബദ്ധത്തിൽ വിചാരിച്ച് വെച്ചിരിക്കുക. നിനവേ പട്ടണം 3 ദിവസത്തെ വഴി ദൂരമുള്ളൊരു പട്ടണം. എന്നാൽ നിനവേക്കാർ 3 ദിവസമല്ല ഉപവസിച്ചത്. അങ്ങനെ നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും നിനവേക്കാർ 3 ദിവസം ഉപവസിച്ചത് നിങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിച്ചാൽ എന്നെ അറിയിക്കണം. ഞാൻ ഇനിയും തിരുത്തി പ്രസംഗിക്കണം. അപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും ഇനി ഞാൻ ഏതെങ്കിലും അടുത്തൊരു മീറ്റിങ്ങിൽ ഇനി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഇത് എപ്പോഴും എൻ്റെ മനസ്സിലിരിക്കും. ഞാൻ തിരുത്തി പ്രസംഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി വീട്ടിൽ പോയി യോഹന്നാന്റെ പുസ്തകം മുഴുവൻ വായിക്കണം. അവിടെ അവരെത്ര ദിവസമാണ് ഉപവസിച്ചതെന്ന് നോക്കണം. എത്ര ദിവസമാണ് ഉപവസിച്ചതെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് തെളിവില്ലാത്ത ഒരു ഉപവാസമാണത്. ഇനി ഏതെങ്കിലും നിലയിൽ നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾ എന്നോട് പറയാൻ മടിക്കേണ്ട. ഞാൻ തിരുത്താനും വളരെ ഉത്സാഹമുള്ള ആളാണ്. തെറ്റ് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നെ പലരും തിരുത്തിയിട്ടുമുണ്ട്. ചിലപ്പോൾ നമുക്ക് അബദ്ധത്തിൽ പല കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. ചില നമ്പറുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചിലപ്പം അബദ്ധത്തിൽ പറയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഓർമ്മപ്പേശ കൊണ്ടോ കുറേ നാൾ കൈകാര്യം ചെയ്യാതിരിക്കുന്ന ഒരു വചനഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്കത് നമ്മുടെ ഹൃദയത്തിൽ അത് വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റി വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും എപ്പോഴും ഞാനും 100% ശരിയാണെന്ന് പറയുന്നില്ല. ഇതുപോലെ നമ്മൾ അബദ്ധത്തിൽ വിചാരിച്ച് വെച്ചിരിക്കുന്ന പല വാക്യങ്ങളുണ്ട്. അത് എപ്പോഴെങ്കിലുമൊക്കെ ഓരോന്നോട്ടൊക്കെ പറയാം. എല്ലാം കൂടെ ഒരുമിച്ച് പറയാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ബൈബിൾ ക്ലാസ്സിലെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേദപുസ്തകത്തിലെ 7 കുറേ ചിന്തിച്ചു. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ 7കളുടെ പുസ്തകം എന്നുള്ള നിലയിൽ അതിനകത്തുള്ള 7 നമ്മൾ ഒത്തിരി ചിന്തിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. അത് വീണ്ടും ഒരിക്കൽ പറഞ്ഞതിന് വീണ്ടും ആവർത്തിച്ചാൽ നമുക്ക് പ്രയാസമാണ്, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അല്പം ഏഞ്ചലോളജി, ദൂതശാസ്ത്രം അല്പം ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുള്ള ഒരു താല്പര്യം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറയാനിരുന്നതാണ്. ഇനി ആർക്കെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ
നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്ത് എന്നോട് ചോദിച്ചാട്ടെ, എനിക്ക് ഒന്നുകൂടെ എളുപ്പമായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയം ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് സംശയം ചോദിക്കാൻ പ്രയാസമാണ്, ചില അധ്യാപകർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് സംശയം ചോദിക്കുന്നത്. ഇഷ്ടമാണ്, അവർ വിരട്ടിക്കളയും, അല്ലെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തിക്കളയും. അപ്പം നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒരിക്കൽ ബൈബിൾ ക്ലാസ്സിൽ ഒരു വേദ വിദ്യാർത്ഥി അന്ന് പഠിപ്പിച്ച സാറിനോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. യോബിലെ ഒരു ചോദ്യമാണ്. യോബിൻ്റെ പുസ്തകം ചോദ്യങ്ങളുടെ പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത്. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുള്ള പുസ്തകമാണ് യോബിൻ്റെ പുസ്തകം. യോബിൻ്റെ പുസ്തകത്തിലുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. വനഗർദ്ധവത്തെ അഴിച്ചുവിട്ടതാരും? അത് ദൈവം യോബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വനഗർദ്ധവത്തെ, ഗർദ്ധവം എന്ന് പറഞ്ഞാൽ കഴുത എന്നാണ് അർത്ഥം. കാട്ടുകഴുതയെ അഴിച്ചുവിട്ടതാരെന്നുള്ളതാണ് എൻ്റെ മലയാളം, ശുദ്ധ മലയാളം. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചത് സാറിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് സാറ് പറഞ്ഞു നിൻ്റെ തന്തയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കണക്കിന് പറഞ്ഞാൽ ശരിയാണ്, അദ്ദേഹത്തിൻ്റെ തന്തയാണ് ദൈവം, പിതാവായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തണ്ടിനുമുണ്ടെന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള മറുപടികളും കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് ന്യായമായ ചില സംശയങ്ങൾ വരുന്നത്, അർഹമായി പഠിക്കാൻ ആവശ്യമായ ചില സംശയങ്ങൾ നമുക്ക് ഹൃദയത്തിൽ വരുന്നത്, അത് ചോദിക്കുന്നത് കൊണ്ടും പറയുന്നത് കൊണ്ടും പഠിക്കുന്നത് കൊണ്ടും തെറ്റില്ല. വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലർക്ക് കുറച്ചുകൂടെ അത് വായിച്ച അറിവുള്ളവർ അറിവുള്ളവർ നമുക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇതുപോലെ തെറ്റ് പഠിച്ചു വെച്ച് പറയരുത്. തെറ്റായിട്ടുള്ള നമ്മുടെ ഹൃദയത്തിൽ വരുന്ന കാര്യങ്ങൾ അപ്പം അതിന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കേട്ട് അതിങ്ങനെ വിചാരിച്ചിരിക്കുക, നമ്മളിങ്ങനെ കേട്ട് നമ്മുടെ മനസ്സിലിരിക്കുക. അപ്പോൾ അങ്ങനെ കേട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പല കാര്യങ്ങളുണ്ട്. ഞാൻ അത് എപ്പോഴെങ്കിലുമൊക്കെ ഓരോന്നായിട്ട് പറയാം. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ അത് മാത്രം പറഞ്ഞ് ഇന്നങ്ങ് പോകേണ്ടി വരും. അപ്പം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകത്തെ 7ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞ് ഞാൻ തുടങ്ങുന്നു. നമുക്ക് വേദ പുസ്തകത്തിലോട്ട് നമുക്ക് കിടക്കാം. നിങ്ങളുടെ കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും വെളിപ്പാട് പുസ്തകം വായിച്ചു കാണുമെന്ന് കരുതുന്നു. വെളിപ്പാട് പുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് വായിച്ചവരാരൊക്കെ ഉണ്ട്? എല്ലാവരും വായിച്ച് കാണുമെന്നുള്ളതാണ്. നിങ്ങളെ കൈവക്കാനെന്ന് ഞാൻ പറയുന്നില്ല, കാരണം പലർക്കും സമയം കിട്ടി കാണത്തില്ല. ബൈബിൾ ക്ലാസ്സിൻ്റെ കാര്യം ഓർക്കുന്നത് തന്നെ ഇന്ന് വൈകിട്ട് 7 മണിക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ കഴിഞ്ഞ കാണത്തില്ലെങ്കിലും അടുത്ത ക്ലാസ്സുകളിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വെളിപ്പാട് ദിവസം ഒരാവർത്തി മനസ്സിരുത്തി വായിക്കണം. വായിക്കാൻ പിശാച് സമ്മതിക്കില്ല, അതൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി ഈ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരല്പം ഞാൻ പറഞ്ഞു. നമുക്ക് 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന് കൊടുത്തത് അത് ഒരു ദൂതൻ മുഖാന്തരം അയച്ച് പത്മോസ് ദ്വീപിൽ തടവിൽ കിടന്ന, അല്ലെങ്കിൽ പത്മോസ് ദ്വീപിലായിരുന്നതായ നാടുകടത്തപ്പെട്ട ആ യോഹന്നാന് പ്രദർശിപ്പിക്കാനിടയായി. അതിൻ്റെ മൂലഭാഷയിലെ വാക്ക് ഞാൻ പറഞ്ഞു, അപ്പോകാലിപ്സിസ് എന്നാണ് നമുക്ക് ഒരു വാക്ക് ഞാൻ പറഞ്ഞത്. അതുപോലെ ലാറ്റിനിൽ റെവലേഷ്യോ എന്ന വാക്കാണ്. റെവലേഷൻ എന്നുള്ള വാക്ക് അതിൽ നിന്നാണ് വന്നത്. റെവലേഷ്യോ, REVELATIO ഇംഗ്ലീഷ് എഴുതുമ്പോൾ അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ അത് നമുക്ക് റെവലേഷൻ, വെളിപ്പാട്, അതിൻ്റെ അർത്ഥമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നു. 1-ന്റെ 2-ാമത്തെ വാക്യം, അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ദൈവവചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തമാണ് യോഹന്നാൻ നാട് കടത്തപ്പെട്ടത്. ആ നാട് കടത്തപ്പെട്ടതായ യോഹന്നാൻ താൻ
കണ്ടത് അത് സാക്ഷീകരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമുക്കറിയാം, ഈ യോഹന്നാനെ നാട് കടത്തിയത് നമുക്കറിയാം. ഈ തെർത്തുല്യൻ, ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ എന്നീ സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ ഡൊമിഷ്യൻ ചക്രവർത്തി AD 95-96 കാലയളവിൽ, 95 നമുക്കെടുക്കാം, 95 യോഹന്നാനെ നാട് കടത്തി. നമുക്കതെല്ലാം കേട്ടിട്ടുള്ളതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. പല പ്രാവശ്യം എണ്ണയിലിട്ട് അദ്ദേഹത്തെ കൊല്ലാനൊക്കെ ശ്രമിച്ചു. പക്ഷേ കർത്താവ് തന്നെ പറഞ്ഞതുപോലെ യോഹന്നാന്റെ സുവിശേഷം ഒടുവിലത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു നാച്ചുറൽ ഡെത്ത് ഉണ്ടായ ഒരേ ഒരു ശിഷ്യൻ, സ്വാഭാവിക മരണം സംഭവിച്ച ഒരേ ഒരു ശിഷ്യൻ യോഹന്നാനാണ്. അപ്പോൾ എണ്ണയിലിട്ടൊന്നും കൊല്ലാനൊക്കാത്തത് കൊണ്ട് ഇദ്ദേഹത്തെ നാട് കടത്തി. തടവുകാരെ നാട് കടത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ദ്വീപാണ് പത്മോസ് ദ്വീപ് എന്ന് പറയുന്നത്. എഫേസോസിന് തെക്ക് പടിഞ്ഞാറായി 60 മൈൽ അകലെ, തിരിച്ചിങ്ങോട്ട് നീന്തിയൊന്നും രക്ഷപ്പെട്ടു വരാൻ ഒക്കത്തില്ല, പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ദ്വീപ്. ഇതിന് ഏതാണ്ട് 10 മൈൽ നീളവും 6 മൈൽ വീതിയും ഉണ്ടെന്നാണ് കരുതുന്നത്. ഒരുപക്ഷേ ആ അളവ് ഞാൻ പറഞ്ഞതൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. അത് അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ എടുക്കണ്ട. ഒരു ആവറേജ് കണക്കൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. 10 മൈൽ നീളം 6 മൈൽ വീതിയുള്ള ആ ദ്വീപിലേക്ക് നാട് കടത്തി. എന്നാൽ ഈ ഡൊമിഷ്യന് ശേഷം ചക്രവർത്തിയായി തീർന്ന നെറുവ എന്ന് പറയുന്നതായ നെറുവ എന്ന ചക്രവർത്തി AD 96 യോഹന്നാനെ മോചിപ്പിച്ചു. എഫേസോസിൽ താൻ മടങ്ങി വന്നു എന്നാണ് കരുതപ്പെടുന്നത്. എഫേസോസിൽ മടങ്ങി വന്നു വളരെ പ്രായമുള്ള വൃദ്ധനായ ആ ദൈവഭക്തനായ മനുഷ്യൻ. ഒടുവിൽ പ്രസംഗിക്കാനൊന്നും പറ്റത്തില്ല. കസേരയിൽ കൊണ്ടുവന്നിരുത്തി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്നൊക്കെയുള്ള വാക്കുകൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. എഫേസോസിൽ പാസ്റ്ററായിരുന്ന ആളാണ് യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഫേസോസിൽ മടങ്ങി വന്ന് ഈ പുസ്തകം എഴുതി എന്നാണ് കരുതപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം നാടുകടത്തപ്പെട്ട യോഹന്നാൻ മടങ്ങി വന്ന് ഇതൊരു പുസ്തകമാക്കി, അല്ലെങ്കിൽ സാക്ഷീകരിച്ചു. അത് അങ്ങനെയാണ്. താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താൻ അത് പുസ്തകമാക്കി എഴുതി വെക്കുവാൻ തക്കവണ്ണം ഇടയായി തന്നു. 4-5 വാക്യങ്ങൾ നമ്മൾ വെളിപ്പാട് പുസ്തകത്തെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്ക് എഴുതുന്നത്. ആസ്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ചിറ്റാസ്യ, ആസ്യ എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കി, ഇന്നത്തെ തുർക്കിയാണ് ആ സ്ഥലം. ചിറ്റാസ്യ എന്ന് പറയുന്നതായ ആ സ്ഥലം ഇന്നത്തെ തുർക്കിയാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഉള്ളതായ, അല്ലെങ്കിൽ ചിറ്റാസ്യയിലുള്ളതായ 7 സഭകളെ കർത്താവ് തിരഞ്ഞെടുത്ത് ആ 7 സഭകൾക്ക് കർത്താവ് ദൂതെഴുതുകയാണ്. 7 സഭകൾക്ക് ദൂതെഴുതുകയാണ്. എന്തുകൊണ്ടാണ് ഈ 7 സഭകളെ തിരഞ്ഞെടുത്തതെന്നും ആ ദൂതിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ 2-3 അധ്യായങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ദീർഘമായിട്ട് പറഞ്ഞു പോകാനായിട്ട് സമയം എടുക്കത്തില്ല. എങ്കിലും അതൊന്ന് ഓടിച്ച് ഒന്ന് പഠിച്ച് പോകണമെന്നുള്ള താല്പര്യം എനിക്കുണ്ട്. നമുക്കത് ഒന്ന് ഓടിച്ചൊന്ന് പഠിച്ചു പോകാം. 7 സഭകൾക്ക് ഉള്ള 7 ദൂതുകൾ. മത്തായിയുടെ സുവിശേഷത്തിൽ 7 സ്വർഗരാജ്യത്തിൻ്റെ 7 ഉപമകളുണ്ട്. 7 ഉപമകൾ, സ്വർഗരാജ്യത്തിൻ്റെ 7 ഉപമകൾ. പ്രൈസ് ദി ലോർഡ്. അതിൽ ആദ്യത്തെ ഉപമയാണ് വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, വഴിയരികെ ചിലത് വീണ്, ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു ഉപമയുണ്ട്. 7 സ്വർഗരാജ്യത്തിൻ്റെ 7 ഉപമകളുണ്ട്. എന്താണ് ഇനി സ്വർഗരാജ്യം ദൈവരാജ്യം എന്ന് പറയുന്നത്? സുവിശേഷം നമ്മൾ വായിച്ചു വരുമ്പോൾ സ്വർഗരാജ്യമൊന്നും ദൈവരാജ്യമൊന്നും കാണാൻ കഴിയും. അപ്പോൾ ഇത് രണ്ടും ഒന്നാണെന്നുള്ളതാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. സ്വർഗരാജ്യത്തിനും ദൈവരാജ്യത്തിനും തമ്മിൽ വ്യത്യാസം അതിനെ നമ്മൾ അത് പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാം. സ്വർഗരാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസം. നമ്മളത് ധരിച്ചു വച്ചിരിക്കുന്നത് രണ്ടും ഒന്നാണെന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ നമ്മൾ കാണാറുള്ള 2 പദപ്രയോഗങ്ങളാണ് സ്വർഗരാജ്യം. എന്താണ് സ്വർഗരാജ്യം, എന്താണ് ദൈവരാജ്യം? ഇത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താണ് അത് നമ്മൾ ഇനി ആ ഭാഗം പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. അത് ഞാനിപ്പോൾ അത് വിടുകയാണ്. അപ്പോൾ ആസിയയിലുള്ളതായ 7 സഭകൾക്ക് ദൂതെഴുതാനുള്ള കാരണം
അതിന് രണ്ടും പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആക്ച്വലി അന്ന് യഥാർത്ഥത്തിൽ അന്ന് ആ സഭകൾക്കുള്ള ദൂതാണ്. ആ സഭകൾക്കുള്ള ദൂതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് 7 സഭകൾക്കുള്ള ദൂതാണ്. ആ 7 സഭകളുണ്ട്. ആ 7 സഭകൾക്കുള്ള ദൂതാണ്. അതിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് ആ ദൂത് പഠിക്കുമ്പോഴത്തേക്ക് പഠിക്കാം. എന്തുകൊണ്ടാണ് അത് തിരഞ്ഞെടുത്തതെന്നും അതിൻ്റെ കാരണം എന്തെന്നും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒറ്റ കാരണമുണ്ട്. അതങ്ങ് പറഞ്ഞു പോകാം. 7 സഭാ പീരീഡുകളെയാണ് അത് കാണിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 7 സഭാ പീരീഡുകൾ. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മളിപ്പം പാർക്കുന്ന ഇപ്പോൾ നമ്മളായിരിക്കുന്ന സഭാ പീരീഡ് എന്ന് പറയുന്നത് ലവോദിക്ക കാലമാണ്. ലവോദിക്ക കാലത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. ആ ദൂത് നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് ഓരോ ദൂതിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് പഠിക്കാം. അപ്പോൾ 4-5 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകം 4-5 യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പം ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ദൈവിക തൃത്വം, ട്രിനിറ്റി ഓഫ് ഗോഡ്, ദൈവിക തൃത്വം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ദൈവിക തൃത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരാൾ. 2, അവൻ്റെ സിംഹാസനത്തിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്ന്. അപ്പൊ 7 ആത്മാക്കൾ. 7 ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒന്നേ ഉള്ളൂ തന്നെ. പിന്നെ എന്താണ് ഈ 7 ആത്മാക്കൾ എന്ന് എഴുതാൻ കാരണം? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാവുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഏകത്വമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് 7 ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ 7 ആത്മാക്കളുണ്ടെന്നാണോ? 7 ആത്മാക്കളില്ല, നമുക്കറിയാം. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം നമ്മൾ അറിയണമെങ്കിൽ യെശയ്യാ പ്രവചനത്തിലേക്ക് വരണം. 7 ആത്മാക്കളെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ആത്മാവായ പരിശുദ്ധാത്മാവിൻ്റെ 7 വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ 7 പ്രവർത്തനങ്ങളാണ്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 1-2 വാക്യങ്ങൾ എടുത്തവരുണ്ടെങ്കിൽ അതിനെ ഒന്ന് വായിച്ച് സഹായിച്ചാൽ എനിക്ക് കുറച്ചുകൂടെ ആശ്വാസം ഉണ്ടായിരിക്കും. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ 7 പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ 7 പേരുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ആത്മാവ് എങ്ങനെ? 1, യഹോവയുടെ ആത്മാവ്. 2, ജ്ഞാനത്തിന്റെ ആത്മാവ്. 3, വിവേകത്തിന്റെ ആത്മാവ്. 4, ആലോചനയുടെ ആത്മാവ്. 5, ബലത്തിന്റെ ആത്മാവ്. 6, പരിജ്ഞാനത്തിന്റെ ആത്മാവ്. 7, യഹോവ ഭക്തിയുടെ ആത്മാവ്. ഇപ്പൊ പരിശുദ്ധാത്മാവ് ഒന്നാണെങ്കിലും 7 ദീപങ്ങളെന്ന് പറയുന്നത് പോലെ 7 നമുക്കറിയാം. സമാഗമന കൂടാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപ്പ് പണിയായി ഉണ്ടാക്കിയ ഒരു വിളക്കുണ്ട്. ആ വിളക്കിന് 7 തണ്ടുകൾ. ആ വിളക്ക് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോൾ ആ വിളക്ക് പഴയ നിമിത്തത്തിൽ നമ്മൾ കാണുന്ന ആ വിളക്ക് പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നതെങ്കിൽ 11-ാം അധ്യായത്തിലേക്ക് യെശയ്യാ പ്രവചനം നമ്മൾ വരുമ്പോൾ 7 വിധത്തിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ 7 പ്രവർത്തനങ്ങൾ, 7 പേരുകൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. പിതാവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: സർവശക്തനും നിത്യനുമായ
മഹാദൈവം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ കർത്താവ് അവനെ അത് പറയുമ്പോൾ അതിൽ അർത്ഥമാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ: സർവശക്തനും നിത്യനുമായ മഹാദൈവം. തിമോഥെയോസിൻ്റെ ഒന്നാം ലേഖനത്തിലേക്ക് നമുക്ക് വരുമ്പോൾ ഇങ്ങനെ ഉള്ള ഒത്തിരി വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ വാക്യങ്ങളും പറഞ്ഞു പോകാൻ ഞാനിപ്പോൾ സമയമെടുക്കാതെ തിമോഥെയോസിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്: ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും. പ്രൈസ് ദി ലോർഡ്. അത് വളരെ വളരെ മനോഹരമായൊരു വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെക്കുറിച്ചൊരു ഡെഫിനിഷൻ പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 വാക്യങ്ങൾ എടുത്തു കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ദൈവം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ കഴിയുമെങ്കിൽ ഈ വാക്യം നമുക്ക് അത് എടുത്ത് കൊടുക്കാനായിട്ട് കഴിയും. ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നമുക്ക് അത് നമ്മൾ അത് ധരിക്കുമ്പോൾ, അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന അനേക പ്രത്യേകതകളുണ്ട്. ദൈവത്തെ ദൈവമെന്ന് വിളിക്കണമെങ്കിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതായ ചില ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ സ്വഭാവ വിശേഷങ്ങളുണ്ട്. ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളുണ്ട്, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ഇനി ഒരല്പം തിയോളജിയിലോട്ടാണ് ഞാൻ കരുതുന്നത്. പ്രോപ്പർ തിയോളജി എന്ന് തുടങ്ങിപ്പോൾ ഒരല്പം ദൈവശാസ്ത്രത്തിലോട്ടാണ് കരുതുന്നത്. വളരെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് എന്താ? ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവത്തിന് മാത്രം, ദൈവത്തെ ദൈവം എന്ന് പറയണമെങ്കിൽ ദൈവത്തിന് മാത്രമുള്ള ചില സ്വഭാവവിശേഷങ്ങളുണ്ടായിരിക്കും. ആ സ്വഭാവവിശേഷങ്ങളിൽ ചിലത് മാത്രം ഞാൻ പറയാം. അത് വേദപണ്ഡിതാക്കന്മാർ പറയുന്നത് നമുക്ക് പകർത്താൻ കഴിയുന്ന സ്വഭാവങ്ങളുണ്ട്. നമുക്ക് പകർത്താൻ, ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് പകർത്താൻ കഴിയും. സ്നേഹം നമുക്ക് പകർത്താൻ കഴിയും. കരുണ നമുക്ക് പകർത്താൻ കഴിയും. ദയ അത് നമുക്ക് പകർത്താൻ കഴിയും. മനസ്സലിവ് നമുക്ക് പകർത്താൻ കഴിയും. നമുക്ക് പകർത്താൻ കഴിയുന്നതായ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളുണ്ട്. എന്നാൽ ചില സ്വഭാവങ്ങൾ നമുക്ക് പകർത്താൻ കഴിയാത്ത, ദൈവത്തിന് മാത്രം ഉള്ളതായ സ്വഭാവങ്ങളാണ്. അതിലൊന്ന്, ആദ്യത്തേത് ഒരുപക്ഷെ പറഞ്ഞ ദൈവം സർവശക്തനാണ്. ഓൾമൈറ്റി. ദൈവം സർവശക്തനാണ്. ഇപ്പോൾ ദൈവം ഏകനാണെന്ന് പറയാനുള്ളൊരു കാര്യം, ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിച്ചാട്ടെ. ഒരു രാജ്യത്ത് 2 പ്രധാനമന്ത്രിമാർ പറ്റത്തില്ല. ഒരു സ്റ്റേറ്റിൽ 2 മുഖ്യമന്ത്രിമാർ പറ്റത്തില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ 2 ഹെഡ്, 2 തലവന്മാർ പറ്റത്തില്ല. എന്തിന്? ഒരു വീട്ടിൽ 2 കുടുംബനാഥന്മാരും പറ്റത്തില്ല. ഒരു വീട്ടിൽ 2 കുടുംബനാഥന്മാർ പറ്റത്തില്ല. ഏറ്റവും സിമ്പിളായിട്ട് പറയാണ്, ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നവരേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് ഒന്നിലേറെ കുടുംബനാഥന്മാരുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആരൊക്കെ വേശ്യകളാണ്, അല്ലെങ്കിൽ വൃത്തികെട്ട ജീവിതം നയിക്കുന്നവരാണ്. ഒറ്റ കുടുംബനാഥനെ ഉണ്ടായിരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു ദൈവത്തിന് സ്ഥാനമുള്ളൂ. ദൈവം സർവശക്തരാണെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് 2 ദൈവങ്ങൾക്ക് ഇരിക്കാൻ ഒക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ദൈവം ആണെങ്കിൽ ദൈവത്തെ നമുക്ക് സർവശക്തരെന്ന് പറയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നിപ്പോൾ നോമ്പ് നോക്കുന്ന കാലമൊക്കെ ആണല്ലോ. അപ്പോൾ എനിക്ക് ചിരി വരുന്ന പല കാര്യങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ പുണ്യവാളന്മാരാണ്. കൈക്ക് രോഗം വന്നു കഴിഞ്ഞാൽ കൈയുടെ ഒരു പുണ്യവാളനുണ്ട്. കാലിന് രോഗം വന്നു കഴിഞ്ഞാൽ കാലിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് പുണ്യവാളനുണ്ട്. ഓരോന്നിനും ഓരോ പുണ്യവാളന്മാരുടെ പുറകെ പോവുകയാണെങ്കിൽ, മീഡിയേറ്റേഴ്സിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സർവശക്തനായ ഒരു ദൈവം ഇല്ലെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഏക സത്യ ദൈവമേ ഉള്ളൂ. ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താതി കർത്താവും അമർത്യതയുള്ള ഒരേ ഒരാളും ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും
ആരും കാണാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനുമായ ദൈവമാണ് പിതാവായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവമാണ് പുത്രനായത്. മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കോട്ട് ചെയ്യാൻ ഇടയായി കഴിഞ്ഞാൽ, ദേഹരൂപത്തിൽ അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നു. ഈ ദൈവത്തെ ആർക്കും കാണാൻ കഴിഞ്ഞിട്ട് ആരും കഴിഞ്ഞിട്ടില്ലെങ്കിൽ കാണാൻ കഴിയാവുന്ന നിലയിൽ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. പിടികിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് മാത്രം പറയാൻ കഴിയുന്ന ആട്രിബ്യൂട്ട്സിൽ ഒന്നാമത്തേത് ദൈവം സർവശക്തനാണ്. 2, ദൈവം സർവ്വവ്യാപിയാണ്. ദൈവം സർവ്വവ്യാപിയായിട്ട് ഒന്നിലേറെ ദൈവങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന് സർവ്വവ്യാപിത്വം ഇല്ല. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തേത് ദൈവം സർവജ്ഞാനിയാണ്. ദൈവം സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ഇപ്പം ഇങ്ങനെയുള്ള ഒരേ ഒരു ദൈവത്തിന് മാത്രമേ പ്രപഞ്ചത്തിൽ ഇരിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ ഒന്നിലേറെ ദൈവങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ദൈവത്തിന്, ഈ പറയുന്ന ദൈവത്തിന് മാത്രമുള്ള ആട്രിബ്യൂട്ട്സ് അവകാശപ്പെടാനായിട്ട് കഴിയത്തില്ല. അത്രയും പറഞ്ഞ് ഞാൻ വിടുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ കൊലോസ്യയിൽ നമ്മൾ വായിക്കുന്നത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, കാണാൻ കഴിയത്തില്ലെങ്കിൽ കാണാൻ കഴിയുന്ന യഹോവയാണ്. പഴയ നിയമത്തിലെ യഹോവയാണ്, പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു. പ്രൈസ് ഹല്ലേലൂയ. എങ്ങനെ പറയാം? 1-2 വാക്യങ്ങൾ കൊണ്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അല്പം ഒരു വാക്യം ഞാൻ പറഞ്ഞു പോകാം. കർത്താവിന് വഴിയൊരുക്കുവിൻ. ഈ പ്രവചനം യോഹന്നാനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കർത്താവിന് വഴിയൊരുക്കാൻ വന്ന ആൾ. കർത്താവിന് വഴിയൊരുക്കുവിൻ, മരുഭൂമിയിൽ മരുഭൂമിയിൽ വിളിച്ചവരുടെ വാക്ക് എന്ന് പറയുന്ന ആ വാക്യം എടുത്തിരിക്കുന്നത് യെശയ്യാ പ്രവചനത്തിൽ നിന്നാണ്. യെശയ്യാ പ്രവചനത്തിൽ നിന്ന് അത് എടുത്ത് കോട്ട് ചെയ്യുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് യഹോവയെന്ന്. നിങ്ങൾ വീട്ടിൽ പോയി അത് പരിശോധിച്ച് നോക്കിയാൽ മതി. പുതിയ നിയമത്തിൽ അത് കർത്താവെന്ന് എഴുതിയിരിക്കുന്നിടത്ത് പഴയ നിയമത്തിൽ അത് യഹോവ എന്നാണ്. യഹോവയ്ക്ക് വഴിയൊരുക്കുവിനെന്ന്. യഹോവയ്ക്ക് വഴിയൊരുക്കും. അപ്പോൾ പഴയ നിയമത്തിലെ യഹോവ എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ യേശു ക്രിസ്തുവാണ്. മനസ്സിലാകുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനിയും വാക്യങ്ങൾ എടുത്ത് 2 എടുത്ത് കാണിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. താൻ മാത്രം അമർത്യതയുള്ളവനും ദൈവത്തിൻ്റെ തൃത്വമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കർത്താവിൻ്റെ 3 സ്ഥാനങ്ങളുണ്ട്. 3 സ്ഥാനങ്ങൾ. ഒന്ന് അവിടെ ഈ വാക്യത്തെ നമ്മൾ വായിക്കുമ്പോൾ 3 സ്ഥാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വിശ്വസ്ത സാക്ഷി. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വിശ്വസ്ത സാക്ഷി. മാർട്ടസ് എന്ന ഗ്രീക്ക് പദത്തിലാണ് ഈ സാക്ഷി എന്നുള്ള പദം വന്നിരിക്കുന്നത്. മാർട്ടിയർ എന്ന് പറയുന്ന ആ പദം, രക്തസാക്ഷി എന്ന് പറയുന്ന ആ പദം രൂപപ്പെട്ടത് മാർട്ടസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. നിയമപരമായി അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: നിയമപരമായി വിധിക്കപ്പെട്ട് രക്തം ചിന്തി മരിച്ചവൻ അല്ലെങ്കിൽ സാക്ഷിയായി തീർന്നു. നിയമപരമായി വിധിക്കപ്പെട്ട് രക്തം ചിന്തി മരിച്ചവൻ അല്ലെങ്കിൽ സാക്ഷിയാണ് മാർട്ടയർ എന്ന് പറയുന്നത്. യേശു ക്രിസ്തു സാക്ഷിയാണ്, വിശ്വസ്ത സാക്ഷിയാണ്. യഥാർത്ഥത്തിൽ വിശ്വസ്ത സാക്ഷി എന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ യേശു ക്രിസ്തു മാത്രം. വളരെ പണ്ട് ഉള്ള ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. കള്ളം തീരെ പറയാൻ വയ്യാത്ത ഒരാൾ, അയാളൊരു കൊലക്കുറ്റത്തിന് സാക്ഷി വരണം, കോർട്ടിൽ വരണം. അയാൾക്ക് കള്ളം പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, തഴവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൊലപാതകം നടന്നത്. തഴവ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കൊലപാതകം നടന്നു. അപ്പോൾ ഇദ്ദേഹത്തെ വിസ്തരിക്കാനായിട്ട് വേണ്ടപ്പം ഈ പ്രതിയെ അയാളെ രക്ഷിക്കണം. അയാൾ ഒരുപക്ഷെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടെ ആയിരിക്കും. കള്ളം പറയാനായിട്ട് ഒക്കത്തില്ല. അപ്പോൾ ഈ വക്കീൽ വളരെ സമർത്ഥനായ ഒരു വക്കീലായിരുന്നുകൊണ്ട് അയാൾ ഈ തഴപ്പായുടെ ഒരു ഭാഗം, തഴ കൊണ്ടുണ്ടാക്കുന്ന പായുണ്ടല്ലോ, തഴപ്പ, ആ തഴയുടെ ഒരു ഭാഗം എടുത്ത് കട്ട് ചെയ്ത് വായിക്കകത്ത് ഇട്ടു. എന്നിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു, ഈ തഴവായി പോയതിനു ശേഷം ഞാനിത് കണ്ടിട്ടില്ലെന്ന്.
എന്ന് പറഞ്ഞാൽ ഈ തഴ വായിൽ പോയതിനു ശേഷം ഞാനിത് കണ്ടിട്ടില്ലെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പം അയാൾ പറഞ്ഞത് സത്യമാണ്. തഴ വായിൽ പോയതിനു ശേഷം ഇത് കണ്ടിട്ടില്ല, അതിന് മുമ്പാണ് കണ്ടത് എന്ന് പറഞ്ഞതുപോലെ അത് രസകരമായൊരു കഥയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് വിശ്വസ്ത സാക്ഷി എന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവാണ്, വിശ്വസ്ത സാക്ഷി. രണ്ടാമത്തെ നമ്മൾ കാണുന്നത് മരിച്ചവരിൽ ആദ്യജാതൻ. മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, മരിച്ചവരിൽ നിന്ന് ആദ്യമായി പുനരുദ്ധാന ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റവൻ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ നമുക്ക് പുനരുദ്ധാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്. അതും ഇപ്പോഴും നമുക്ക് പറഞ്ഞു പോകാൻ ഒക്കാത്തത് കൊണ്ട് പുനരുദ്ധാനം എന്ന് പറയുന്നതൊന്ന് മനസ്സിലാക്കും. എത്ര പുനരുദ്ധാനങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ രണ്ട് പുനരുദ്ധാനം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തേത് വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം. അത് ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. ഇപ്പം ഞാനൊന്ന് പറഞ്ഞു വന്നതുകൊണ്ടൊന്നും അത് സ്പർശിച്ച് വന്നതേ ഉള്ളൂ. പുനരുദ്ധാനത്തെ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ കൊയ്ത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ അത് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു വിഷയത്തിലോട്ട് കയറിപ്പോകും. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം ഇസ്രായേലിന് ആചരിക്കാൻ കൊടുത്ത 7 ഉത്സവങ്ങളുണ്ട്. 7 ഉത്സവങ്ങൾ പെസഹ തുടങ്ങി കൂടാരപ്പെരുന്നാൾ വരെയുള്ള 7 ഉത്സവങ്ങൾ. 1-ാം മാസത്തിൽ ആചരിക്കുന്ന 3 ഉത്സവമുണ്ട്. അത് കഴിഞ്ഞിട്ട് 50 ദിവസം കഴിഞ്ഞിട്ട് ആചരിക്കുന്ന ആ ഉത്സവം ഉണ്ട്. 3-ാം മാസത്തിലാണ് അത് ചെയ്യുന്നത്. പിന്നീട് 3 ഉത്സവങ്ങൾ അവർ 7-ാം മാസത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 7 ഉത്സവങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ആചരിക്കാൻ വേണ്ടി മാത്രം കൊടുത്ത ഒരു റിച്വലാണെന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ 7 ഉത്സവങ്ങൾ കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം തുടങ്ങി ദൈവസഭയോടുള്ള ബന്ധത്തിൽ നടക്കുന്നതായ സംഭവങ്ങളാണ് ഈ 7 ഉത്സവങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കും. പെസഹ തുടങ്ങി കൂടാരപ്പെരുന്നാൾ വരെയുള്ള 7 ഉത്സവങ്ങൾ കർത്താവ് കൊടുത്തതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം തുടങ്ങി ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ട നടക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു നമുക്കതിൻ്റെ സിംബോളിക്കായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ആദ്യത്തെ 3 ഉത്സവങ്ങൾ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം. ആദ്യത്തെ 3 ഉത്സവങ്ങൾ, ഒന്നാമത്തേത് പെസഹ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയാണത് കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ 7 ദിവസം അവർ ആചരിക്കുന്ന ഒരു ഉത്സവമാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. ആ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്തിനെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി 7 ദിവസം പൂർണ്ണതയാണ്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, 7 എന്ന് പറയുന്നത് ദൈവിക പൂർണ്ണതയാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പുളിപ്പില്ലായ്മ അല്ലെങ്കിൽ പാപം കൂടാതെ വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ പുളിപ്പെന്ന് പറയുന്നത് 5 കൂട്ടം കാര്യങ്ങളെ കാണിക്കുകയാണ്. അതും ഇന്ന് പറഞ്ഞു ഞാൻ പോകുന്നില്ല, പിന്നീട് അത് പറയാം. പ്രൈസ് ദി ലോർഡ്. ആ പുളിപ്പ് നമ്മൾ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് പറഞ്ഞാൽ വിശദീകരിക്കുന്നില്ല. ഒന്ന്, പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിക്കാൻ കർത്താവ് പറഞ്ഞു. 2, ഹെരോദ്യരുടെ പുളിച്ച മാവിനെ സൂക്ഷിക്കാൻ കർത്താവ് പറഞ്ഞു. 3, സദൂക്യരുടെ പുളിച്ച മാവിനെ സൂക്ഷിക്കാൻ കർത്താവ് പറഞ്ഞു. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിലെ പുളിപ്പുണ്ട്, കൊരിന്ത്യ ലേഖനത്തിലെ പുളിപ്പുണ്ട്. ഇങ്ങനെ 5 കൂട്ടം പുളിപ്പുണ്ട്. ഇത് മുഴുവനും അശുദ്ധിയെ കാണിക്കുന്നത്, പാപത്തെ കാണിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം വിശദമായിട്ട് പിന്നീട് ഞാൻ പറയാം. എന്താണ് ഈ 5 പുളിപ്പുകൾ കാണിക്കുന്നതെന്നുള്ളത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ അത് പറഞ്ഞു പോയാൽ അത് പറഞ്ഞു നിൽക്കാനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുളിപ്പില്ലായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി ആ സമയം മുതൽ തന്നെ അവൻ്റെ ശ്വാസം പോകുന്നത് വരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ ജീവിത വിശുദ്ധി സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 തരത്തിലുള്ള വിശുദ്ധീകരണമുണ്ട്. 2 തരത്തിലുള്ള വിശുദ്ധി. ഒന്ന് ജീവിത വിശുദ്ധിയാണ്, രണ്ടാമത്തേത് ഉപദേശ വിശുദ്ധിയാണ്. ജീവിത വിശുദ്ധിയും ഉപദേശം നിങ്ങൾക്ക് വല്ല പിടികിട്ടുന്നുണ്ടോ അതോ മനസ്സിലാവുന്നില്ല? എല്ലാവരും ചിലരുടെ മോഹം കണ്ടപ്പോൾ ഒന്നും പിടികിട്ടുന്ന പോലെ തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധി എന്ന് പറയുന്നത് രണ്ട് പാളങ്ങളിൽ കൂടെ പോകുന്ന ഒരു ട്രെയിന് സഞ്ചരിക്കാൻ 2 പാളങ്ങൾ വേണ്ടതുപോലെയാണ്. ഒന്ന് ജീവിത വിശുദ്ധിയാണ്, രണ്ടാമത്തേത് ഉപദേശ വിശുദ്ധിയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളോട് ഒന്നും കൂട്ടാനും കുറയ്ക്കാനും പാടില്ല. ഒരു ഉദാഹരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. രക്ഷിക്കപ്പെട്ട ശേഷമാണ് ആളുകൾ സ്നാനപ്പെടേണ്ടത്. അതാ ദൈവവചനം പറയുന്നത്.
അതിൽ മായം കലർത്തി പുളിപ്പ് കയറ്റി കഴിയുമ്പോഴത്തേക്ക് ചിലർ പറയുന്നത് ഇപ്പം എങ്ങനെയെങ്കിലും ഇപ്പം നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷമാണ് സ്നാനപ്പെടേണ്ടത്. ചിലരെ പറയുന്നത് ഇപ്പം സ്നാനപ്പെട്ട പിന്നെ എപ്പോഴെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ മതിയെന്ന്. അങ്ങനെ നോക്കിയേ, തിരിച്ചു കളഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ഉപദേശത്തിൻ്റെ വിശുദ്ധിയാണ്. അതുപോലെ കർത്തൃമേശ ജീവിത വിശുദ്ധി പോലെ തന്നെ ഉപദേശ വിശുദ്ധിയും വളരെ കൃത്യമാണ്. ചിലർക്കും ജീവിത വിശുദ്ധിയുണ്ട്. രക്ഷിക്കപ്പെടാത്ത ആളുകൾക്ക്, ഹിന്ദുക്കൾക്ക് പോലും മറ്റ് ജാതികളിൽപ്പെട്ട ആളുകൾക്കെല്ലാം പലരും ജീവിത വിശുദ്ധി സൂക്ഷിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് ഉപദേശ വിശുദ്ധി, ജീവിത വിശുദ്ധി മാത്രം പോരാ, ഉപദേശ വിശുദ്ധിയാണ്. പെന്തക്കോസ്താർക്കൊരു കുഴപ്പമുണ്ട്, ഉപദേശ വിശുദ്ധിയുണ്ട്, പക്ഷേ ജീവിത വിശുദ്ധി പലർക്കും ഇല്ല. ജീവിത വിശുദ്ധിയും ഉപദേശ വിശുദ്ധിയും ഒരേ പാളത്തിൻ്റെ രണ്ട് അവസ്ഥയെന്ന് പറയുന്നത് പോലെ, ട്രെയിൻ പോകാൻ രണ്ട് പാളങ്ങൾ വേണമെന്ന് പറയുന്നത് പോലെ ആ രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഉപദേശ വിശുദ്ധിയും സൂക്ഷിക്കണം, ജീവിത വിശുദ്ധിയും സൂക്ഷിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആശിക്കുന്നത്. പെന്തക്കോസ്തിൻ്റെ ആ ആദിമ മൂല്യങ്ങളിലേക്ക് ഈ ദിവസങ്ങൾ ഇന്ന് പല നിലയിലേക്ക് ആളുകൾ പോവുകയാണ്. ഇന്ന് പകൽ ഞാൻ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു, ഇന്ന് ആളുകൾക്ക് വേണ്ടത് തലയെ കൈവച്ച് ഒരു ദൂത് പറയുന്നതാണ്. 2 ബെൻസ് കിട്ടും, 5 ഏക്കർ സ്ഥലം കിട്ടും, 2 നിലയുള്ള വീട് കിട്ടും എന്ന് പറയുമ്പോൾ കേൾക്കാൻ സുഖമുണ്ട്. കിട്ടത്തില്ലെങ്കിലും കേൾക്കാനൊരു സുഖമുണ്ട്. അത് കേൾക്കാനായിട്ട് ആളുകൾ ഓടുക. കിട്ടത്തില്ലെന്നുള്ളത് വാസ്തവം. എന്നാലും അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. കിട്ടിയില്ല, കിട്ടത്തുമില്ല, എന്നാലും കേൾക്കുമ്പോൾ ഒരു സന്തോഷം, ഇതൊക്കെ കിട്ടുമല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് ദൈവസഭയുടെ പ്രവർത്തനം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ക്രിസ്തു എന്ന തലയോളം വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. ഒരു വ്യക്തിയെ ക്രിസ്തു എന്ന തലയോളം വളർത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഒരു ശിശുവാണ്. ആ ശിശുവിനെ എപ്രകാരം വളർത്തി പ്രായപൂർത്തിയുള്ളൊരു നല്ല മനുഷ്യനാക്കി മാറ്റിയെടുക്കുന്നു, അതുപോലെയാണ് നമ്മൾ സഭയുടെയും ജോലി അതാണ്. ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെ പൂർണ്ണ നിലയിൽ ആ വ്യക്തിയെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ പദപ്രയോഗം ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്ന്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൊടുത്തിരിക്കുന്ന 3 പേരുകളിലൊന്ന് ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവനെന്ന്. ലോകത്തിലെ എല്ലാ ഭരണകർത്താക്കളുടെ മേലും അധികാരമുള്ളവനെന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ സിംഹാസനത്തിനും മേലായി സിംഹാസനത്തിലിരിക്കുന്ന ആളാണ് കർത്താവായ യേശു ക്രിസ്തു. ഭൂരാജാക്കന്മാർക്ക് ഇനി രാജാവായിട്ട് കർത്താവ് വരാൻ പോവുകയാണ്. ഇത് പറയുമ്പം ഞാൻ സുവിശേഷങ്ങളിലേക്ക് ഒന്ന് കയറേണ്ടി വരും. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് അത് മാറ്റാം. ഞാനിപ്പോൾ അത് അങ്ങനെ വിടുകയാണ്. മത്തായിയുടെ സുവിശേഷം ഞാൻ പറഞ്ഞല്ലോ, കെരൂബുകളുടെ 4 മുഖങ്ങളാണ് കെരൂബുകൾക്കുള്ളത്. ആ 4 മുഖങ്ങൾ, ഒന്ന് യേശുക്രിസ്തുവിൻ്റെ 4 ശുശ്രൂഷകളാണ് അത് വെളിപ്പെടുത്തുന്നത്. അത് മാത്രമല്ല 4 സുവിശേഷങ്ങളെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ 4 സുവിശേഷങ്ങളിലെ വിഷയം, അതിൽ ആദ്യത്തെ സുവിശേഷം എന്ന് പറയുന്നത് യേശു രാജാവ് എന്നുള്ളത്, ജീസസ് ഈസ് ദ കിങ്. അതാണ് ആ സുവിശേഷത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത്. അതൊന്ന് തൊട്ടൊന്ന് പറഞ്ഞു പോകാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് എന്തിനാണ് ആദ്യ അധ്യായം യേശുക്രിസ്തുവിൻ്റെ വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതാണ്. യേശുക്രിസ്തു നിയമപരമായി ദാവീദിൻ്റെ സിംഹാസനത്തിന് അവകാശിയാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് വംശാവലി എഴുതിയിരിക്കുന്നത്. ഇനി 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വിദ്വാൻമാർ വന്ന് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ, ന്യായമായും രാജാവ് ജനിക്കേണ്ടത് കൊട്ടാരത്തിലാണല്ലോ, ഇവർ തെറ്റിപ്പോയി. ഇവർ വന്ന് ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറിയെ ചോദിച്ച് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ വിടും. ഇപ്പം രാജാവായിട്ടാണ് കർത്താവ് പിറന്നത്. രാജാവായി പിറന്ന് ഒരു രാജാവിനെ പോലെ ജീവിച്ച് യേശുക്രിസ്തു യെരൂശലേമിലേക്ക് ഒടുവിലായി എഴുന്നള്ളി വരുമ്പോൾ നമ്മൾ കാണുന്നത് കഴുതയുടെ പുറത്ത് എഴുന്നള്ളി വരുന്നത്. യേശുക്രിസ്തു എഴുന്നള്ളി വന്നത് കഴുതയുടെ പുറത്ത്. എന്തുകൊണ്ടാണ് കർത്താവ് കഴുതയെ തിരഞ്ഞെടുക്കാൻ കാരണം? സാധാരണ രാജാക്കന്മാർ കുതിരയുടെ പുറത്തല്ല എഴുന്നള്ളി വരേണ്ടത്. എന്തുകൊണ്ടാണ് കർത്താവ് കഴുതയെ തിരഞ്ഞെടുക്കാൻ ഇടയായത്? കഴുതയെ തിരഞ്ഞെടുക്കാൻ ഇടയായതിന് 2 കാരണങ്ങൾ. ഒന്ന്, അത് പ്രവചന നിവൃത്തിയാണ്. നമുക്കറിയാം ആ പഴയ നിയമത്തിലെ പ്രവചന, സീയോൻ പുത്രി നിന്റെ രാജാവ് ഇതാ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് എഴുന്നള്ളി വരുന്നു എന്നുള്ള പഴയ നിയമ പ്രവചനം നിവൃത്തിയാകാൻ വേണ്ടിയിട്ടാണ് കഴുത. എന്നാൽ കർത്താവ് അങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്,
സമാധാനവുമായിട്ട് വരുന്ന രാജാക്കന്മാർ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്നതായ വാഹനമൃഗം എന്ന് പറയുന്നത് കഴുതയാണ്. വെള്ള കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന കുമാരന്മാരെ നമ്മൾ കാണുന്നു. അതുപോലെ ശലോമോനെ അഭിഷേകം ചെയ്യാൻ കൊണ്ടുപോയത് കുതിരപ്പുറത്തല്ല, കഴുതയുടെ പുറത്ത്. അപ്പൊ സമാധാനവുമായിട്ട് വരുന്ന രാജാക്കന്മാർ എഴുന്നള്ളി വരാൻ ഉപയോഗിച്ചിരുന്ന വാഹനമൃഗം എന്ന് പറയുന്നത് കഴുതയാണ്. കർത്താവ് ആദ്യം വന്നത് സമാധാനവുമായിട്ടാണ്, ഈ ഭൂമിയിൽ സമാധാനവുമായിട്ടാണ് വന്നത്. അതുകൊണ്ട് കർത്താവ് എഴുന്നള്ളാൻ ഉപയോഗിച്ച മൃഗം, വാഹനമൃഗം കഴുതയാണ്. ഇനി രണ്ടാമത് എന്തുകൊണ്ടാണ് കഴുതയെ തിരഞ്ഞെടുക്കാത്തതെന്ന് ചോദിച്ചാൽ എൻ്റെ രണ്ടാമത്തെ ഉത്തരം, കുതിരപ്പുറത്തിരിക്കുന്ന ഒരാളിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുതിരയുടെ തല നല്ല ഉയർന്നിരിക്കും. അതിൻ്റെ പുറത്തിരിക്കുന്ന ആളിൻ്റെ ഒരു 3/4 പങ്കും, ഏതാണ്ട് ഒരു കഴുത്തറ്റം വരെ ഈ കുതിരയുടെ തല മറയ്ക്കും. എന്നാൽ കഴുതയെ കണ്ടിട്ടുണ്ടോ? കഴുത തല കുമ്പിട്ടാണ് നടക്കുന്നത്. ആ പുറത്തിരിക്കുന്ന ആളിനെ മുഴുവനും എക്സ്പോസ് ചെയ്യുന്ന മൃഗമാണ് കഴുത. മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പം നമ്മുടെ പുറത്ത് കർത്താവ് വാഹനം കയറിയിരിക്കുക, നമ്മളൊരു വാഹന മൃഗമാണ്. യേശു നമ്മുടെ പുറത്ത് വാഹനം കയറിയിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുറത്തിരിക്കുന്ന ആളിനെ മുഴുവൻ എക്സ്പോസ് ചെയ്യും. ആ ആളിനെയാണ് കാണേണ്ടത്. എന്നെ കാണുന്നവർ എന്നെയല്ല കാണേണ്ടത്, എൻ്റെ പുറത്തിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് കാണേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കാണണം. വേദോസ്തത്തിൽ ഇല്ലാത്തൊരു കഥയുണ്ട്. കർത്താവ് വാഹനം കയറാൻ ഉപയോഗിച്ച ആ കഴുത, അതിൻ്റെ മുമ്പിൽ വസ്ത്രങ്ങളും വൃക്ഷത്തിൻ്റെ കൊമ്പുകളും ഒക്കെ ഇട്ട് വസ്ത്രത്തെ ചവിട്ടിയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ കർത്താവ് വാഹനം കയറി ആയിട്ട് തൻ്റെ ദൗത്യം അവസാനിപ്പിച്ച ശേഷം പിറ്റേ ദിവസം ഈ കഴുത ആറ്റിൻ്റെ തീരത്തൂടെ നടക്കുക. അപ്പോൾ അലക്കുകാരവിടെ വസ്ത്രം അലക്കി ഉണങ്ങാനിട്ടിരിക്കുകയാണ്. തലേ ദിവസത്തെ ഓർമ്മ വെച്ചുകൊണ്ട് പുള്ളിക്കാരൻ അഴുക്ക് പിടിച്ച കാലുമായിട്ട് നേരെ കയറി നടന്നത് ഈ വസ്ത്രത്തിൻ്റെ പുറത്തുകൊണ്ട്. അലക്കാർ വിടുവോ? അവർ കമ്പും പടിയൊക്കെ ആയിട്ട് വന്ന് നല്ല പൊതിരെ കൊടുത്തു. അപ്പോൾ കഴുത ആലോചിച്ചു, ഇന്നലെ എല്ലാവരും എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവർ വാഴ്ത്തപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് മുമ്പിൽ വസ്ത്രം പിരിച്ചതുകൊണ്ട് ഇപ്പം കയറി അടിയും കിട്ടിയിരിക്കും. ഒറ്റ കാരണമേ ഉള്ളൂ, ഒറ്റ വ്യത്യാസമുള്ളൂ. തലേ ദിവസം യേശു ഉണ്ടായിരുന്നു, ഇപ്പം യേശു ഇല്ല. യേശു ഇല്ലാത്ത കഴുതയ്ക്കെല്ലാം അടി കിട്ടും. അപ്പോൾ യേശുവായിട്ട് എവിടെ പോകാം, യേശു ഇല്ലാത്ത കഴുതകൾക്ക് അടി കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, അതിൻ്റെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറയാം. യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൽ അവർ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാള തൻ്റെ, ബാക്കിയെന്ന് പറയാമോ? കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് ആ വാക്യം വായിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചിരിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴുതയ്ക്ക് വേണ്ടത് യജമാനൻ്റെ പുൽത്തൊട്ടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വയ്ക്കലും തിന്നാനുള്ള ആഹാരമൊക്കെ ഉണ്ട്. എന്തൊക്കെ കഴുത തിന്നു, അത് എന്തൊക്കെ ആഹാരമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട്, ആ കഴുത തിന്നാനുള്ള ആഹാരമല്ല യജമാനൻ്റെ പുൽത്തൊട്ടിയുണ്ട്. പുള്ളിക്കാരൻ്റെ നോട്ടം എപ്പോഴും പുൽത്തൊട്ടിയിലോട്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കാളയ്ക്ക് അതല്ല ആവശ്യം. കാള തൻ്റെ യജമാനനെ അറിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അതിന് വ്യത്യാസം മനസ്സിലായെന്ന് അറിഞ്ഞുകൂടാ. ഇന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കഴുത വിശ്വാസികളുമുണ്ട്, കാള വിശ്വാസികളുമുണ്ട്. കഴുത വിശ്വാസികൾക്ക് ആവശ്യം ഇച്ചിരി രോഗശാന്തിയും ഒരല്പം വിസായും ഇച്ചിരി ജോലിയും അല്പം പണവും ഒക്കെ മതി. പുൽത്തൊട്ടിയിലുള്ള സാധനം മാത്രം മതി ഈ കഴുത വിശ്വാസി. പ്രൈസ് ദി ലോർഡ്. അത് വെറും കഴുതയാണ്. എന്നാൽ കാള അങ്ങനെയല്ല. കാളയ്ക്ക് വേണ്ടത് തീറ്റ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അതിനറിയേണ്ട ഒറ്റ കാര്യമുണ്ട്, അവൻ്റെ യജമാനനെ അറിയണം. ക്രിസ്തുവിനെ അറിയുന്ന വിശ്വാസികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, യേശു തരുന്ന എന്തെങ്കിലും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മുടെ ഉടയവനെ അറിയുക എന്നുള്ളതാണ്, യേശുവിനെ അറിയുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ ആഴങ്ങളിലേക്കുള്ള ആത്മീയ അനുഭവം പ്രാപിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്നെ കേൾക്കുന്ന എല്ലാവരോടുള്ളൊരു ചോദ്യമാണ്, കാള വിശ്വാസിയാണോ കഴുത വിശ്വാസിയാണോ? പ്രൈസ്. ഇന്ന് കൂടുതലും കാണുന്നത് കഴുത വിശ്വാസികളെയാണ്. അവർക്ക് വേണ്ടത് പുൽത്തൊട്ടി കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സാധനം മതി, അത് തിന്നേച്ച് പോവുക, അതോടെ അവർ സംതൃപ്തരായി. എന്നാൽ കാളയ്ക്ക് അതല്ല വേണ്ടത്. കാളയ്ക്ക് അറിയേണ്ടത് തൻ്റെ ഉടയവനെയാണ്. സൃഷ്ടിതാവിനെ അറിയുന്ന, സൃഷ്ടിതാവിനെ ഉയർത്തുന്ന, സൃഷ്ടിതാവിനായി ജീവിക്കുന്ന, സൃഷ്ടിതാവിനെ വഹിക്കുന്ന ഹല്ലേലൂയ നല്ല വിശ്വാസികളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇനി ഒരല്പം നമ്മൾ ദൂതന്മാരെ കുറിച്ച് ഒരല്പം
കഴിഞ്ഞ ക്ലാസ്സിൽ പറയണമെന്ന് വിചാരിച്ചതാണ്, അത് പറയാൻ അന്നേരം സമയം കിട്ടിയില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറ്റിയില്ല, ഒരല്പം ഞാൻ പറഞ്ഞു പോകും. ദൈവം ആദ്യം സൃഷ്ടിച്ചത് ദൂതന്മാരെയാണ്. എത്ര കോടി ദൂതന്മാരുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അസംഖ്യം ദൂതന്മാരുണ്ട്. ഈ ദൂതന്മാരെ എല്ലാം നമുക്ക് പ്രധാനമായിട്ട്, അല്ലെങ്കിൽ പ്രധാനമായിട്ടല്ല, രണ്ടായിട്ട് തിരിക്കാം. ദൂതന്മാരെ എല്ലാം നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വിശുദ്ധ ദൂതന്മാർ, രണ്ട് വീണുപോയ ദൂതന്മാർ. വിശുദ്ധ ദൂതന്മാർ, രണ്ട് വീണുപോയ ദൂതന്മാർ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ പിന്നീട് വരുന്നത്. ദൂതന്മാരെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വിശുദ്ധ ദൂതന്മാർ, രണ്ട് വീണുപോയ ദൂതന്മാർ. ഈ വിശുദ്ധ ദൂതന്മാരെയും മൂന്നായിട്ട് തിരിക്കാം, വീണുപോയ ദൂതന്മാരെയും മൂന്നായിട്ട് തിരിക്കാം. നമ്മളത് ഒരല്പം ഇനി ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വിശുദ്ധ ദൂതന്മാരെ മൂന്നായിട്ട് തിരിക്കുന്നത്, അവരുടെ പേരുകളാണ് ഞാൻ ദൂതന്മാർ. ആ ദൂതന്മാരുടെ കാര്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആ ദൂതന്മാരിൽ ചിലരുടെ പേരുകളാണ് നമുക്കറിയാവുന്നത്. ഒന്ന് ഗബ്രിയേൽ, രണ്ട് മീഖായേൽ. യഹൂദന്മാർ വിശ്വസിക്കുന്ന വേറെ ചില പേരുകളൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് വേദോത്സവത്തിലുള്ള രണ്ട് പേരുകൾ നമുക്കറിയാം. വിശുദ്ധ ദൂതന്മാരിലുള്ള രണ്ട് പേരുകളാണ്, ഒന്ന് മീഖായേലും രണ്ട് ഗബ്രിയേൽ. ഇനി നമ്മൾ പഠിക്കുമ്പോൾ കാണാം 7 കാഹളങ്ങൾ ഊതുന്ന 7 ദൂതന്മാരുണ്ട്. ആ 7 ദൂതന്മാർ സാധാരണ ദൂതന്മാരായിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അവരെല്ലാം ദൂതന്മാരിൽ ഏറ്റവും തലവന്മാരായിരിക്കുന്ന ആളുകളായിരിക്കണം. മീഖായേൽ എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ തലവനാണ്. ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൂതന്മാരുടെ തലവനാണ്, ആർക്കേഞ്ചലാണ്, പ്രധാന ദൂതനാണ് മീഖായേൽ എന്ന് പറയുന്നത്. അതുപോലെ സന്ദേശവാഹകന്മാരായിരിക്കുന്ന ദൂതന്മാരുടെ ആർക്കേഞ്ചൽ, പ്രധാന ദൂതനാണ് ഗബ്രിയേൽ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി 5 പേര് അവിടെ നമുക്ക് കാണാൻ കഴിയും. ആ 5 പേരും ഏതൊക്കെയോ കാരണങ്ങളാൽ അവർ ആർക്കേഞ്ചൽസാണ്, പ്രധാന ദൂതന്മാരായിരിക്കും. സാധാരണ ഒരു ദൂതനെ പിടിച്ച് കർത്താവ് അന്നേരം അവിടെ കാഹള ഊതാനൊന്നും നിർത്തത്തില്ല. ദൂതന്മാരിൽ തന്നെ ശക്തിയേറിയവരുണ്ട്, ശക്തി കുറഞ്ഞവരുണ്ട്, അധികാരം കൂടിയവരുണ്ട്, അധികാരം കുറഞ്ഞവരുണ്ട്. ഇനി നമ്മൾ ദുരാത്മാക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനെ കാണാൻ കഴിയും. അപ്പോൾ ഈ ദൂതന്മാരെന്ന് അറിയപ്പെടുന്ന ഒരു കൂട്ടം ദൂതന്മാർ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഗണമാണ് സാറാഫുകൾ എന്ന് പറയുന്നത്. ഈ സാറാഫുകളെ നമുക്ക് കാണാൻ കഴിയുന്നത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ. അവർക്ക് 6 ചിറകുകളുണ്ട്, 6 ചിറകുകൾ. ഈ 6 ചിറകുകളുള്ള ഈ ദൂതന്മാർക്ക് ഒറ്റ ജോലിയുള്ളൂ. അവർ അഹോരാത്രം 2 ചിറകുകൾ കൊണ്ട് മുഖം മറച്ച്, 2 ചിറകുകൾ കൊണ്ട് പാദം മറച്ച്, 2 ചിറകുകൾ കൊണ്ട് പറന്ന് ഒരുവനോടൊരുവൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് അതങ്ങനെ വിടുകയാണ്. അപ്പോൾ അവർ ദൈവത്തെ ആരാധിക്കുന്ന ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആലയം പുക കൊണ്ട് നിറഞ്ഞു. അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നതാണ്. പുക കൊണ്ട് നിറഞ്ഞു. ആ ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ കുലുങ്ങി, അടിസ്ഥാനങ്ങൾ കുലുങ്ങി, അടിമരപ്പടി കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് ദൈവ തേജസ് കാണുവാനായിട്ട് കഴിയും. ഈ ദൈവ തേജസ്, ആഴമേറിയ ദൈവ തേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാവിന് അവൻ്റെ പ്രതികരണം, അവൻ ദൈവസന്നിധി പറയുകയാണ്, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, തൻ്റെ അശുദ്ധിയാണ് വെളിപ്പെട്ടു. ഇപ്പം ഞാൻ അതിൽ ഒറ്റ വാക്ക് നമുക്കൊരു ആത്മീയ ദൂതായിട്ട് പറഞ്ഞു പോകാം. ദൈവ തേജസ് എവിടെ ഇറങ്ങുന്നുവോ അവിടെ ഉണ്ടാകുന്ന ആദ്യത്തെ കാര്യം പാപബോധമാണ്. പ്രൈസ് ദി ലോർഡ്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ദൈവസാന്നിധ്യം ഇറങ്ങി കഴിഞ്ഞാൽ രോഗശാന്തി ഉണ്ടാകുന്നത്. അതല്ല, രോഗശാന്തി അല്ല ആദ്യം ഉണ്ടാവേണ്ടത്, പാപശാന്തിയാണ് ആദ്യം ഉണ്ടാകുന്നത്. 5 അധ്യായങ്ങൾ പ്രവചിച്ച യെശയ്യാവ് ദൈവ തേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ അശുദ്ധിയുള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, അശുദ്ധിയുള്ളവരുടെ ഇടയിൽ പാർക്കുക. തൻ്റെ അശുദ്ധിയെക്കുറിച്ചാണ് അവൻ അനുദപിച്ചത്. പ്രൈസ് ദി ലോർഡ്. അന്നേരം സാറാഫുകളിൽ ഒന്ന് ഒരു കൊടിലുകൊണ്ട് ഒരു തീക്കനൽ, യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനൽ എടുത്ത് അവൻ്റെ അധരത്തിന് തൊടുവിക്കുക. ഈ സാറാഫിന്, ദൈവത്തിൻ്റെ ദൂതന്, ഈ തീക്കനൽ കൈകൊണ്ടെടുക്കാനൊക്കത്തില്ല. അതൊരു കൊടിലോട്ട്, ഒരു ഉപകരണം കൊണ്ടാണ് എടുക്കുന്നത്. എന്നാൽ അതേ തീയ് യെശയ്യാവിൻ്റെ നാവിൽ തൊടുക, അല്ലെങ്കിൽ അധരത്തിൽ തൊടുക, അത് അവൻ്റെ ശരീരത്തെ തൊടുക. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒറ്റ പാട്ടിൻ്റെ ഒരു വരി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാവും. ദൂതന്മാർക്ക് കൂടെ പറയാൻ അവകാശമില്ലാത്ത രക്ഷാദൂത് അറിയിക്കാൻ, അല്ലെങ്കിൽ വചനം വായിലെടുക്കാൻ അധികാരം കിട്ടിയ ഒറ്റ ഒരു കൂട്ടർ മനുഷ്യരാണ്, നമ്മളാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുകയും എടുക്കുകയും അത് കൈകൊണ്ട് പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓർത്തോണം, ഇത് ദൂതന്മാർക്ക് ഇത് അവകാശം കിട്ടാത്ത ആ വലിയ പദവി
നമുക്ക് ദൈവം ദാനമായി നൽകിയത് കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിന്റെ സ്വർഗത്തിൽ എന്തേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം പഠിക്കാൻ, ആ വചനം ധ്യാനിക്കാൻ, അത് അനുസരിക്കാൻ ദൈവം നമുക്ക് നൽകിയ കൃപയോർത്ത് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. സാറാഫുകളുടെ ജോലി ആണ് ഞാൻ പറഞ്ഞത്. ആ സാറാഫുകൾ ദൈവത്തെ അനവരതം ആരാധിക്കുന്നവരാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ദൂതന്മാരുടെ ഏറ്റവും ഹയർ റാങ്കിലുള്ള ദൂതന്മാരാണ് കെരൂബുകൾ. കെരൂബുകളെ നമുക്ക് ഏറ്റവും ഹയർ റാങ്കിൽ ഉള്ളവരെന്ന് വിളിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാരണങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. ഇവര് ദൈവത്തിൻ്റെ സിംഹാസനത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ദൂതസഞ്ചയമാണ് കെരൂബുകൾ എന്ന് പറയുന്നത്. നമുക്ക് യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം ഈ കെരൂബുകൾ എന്നുള്ളതിൻ്റെ അതിൻ്റെ സിംബോളിക് ആണെങ്കിൽ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഞാൻ ഇന്നിനി പറയാൻ പറ്റത്തില്ലായിരിക്കും. ഇനി ഒരു അവസരത്തിൽ ഞാൻ പറയാം. അത് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ 1-ാം അധ്യായത്തിലും അതുപോലെ യെഹെസ്കേൽ പ്രവചനം 10-ാം അധ്യായത്തിലും നമുക്ക് കാണാൻ കഴിയും. യെഹെസ്കേൽ പ്രവചനം 10-ാം അധ്യായം ഒന്ന് എടുക്കാം. നിങ്ങൾക്ക് വേദോസം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10-ാം അധ്യായം എടുക്കാം. യെഹെസ്കേൽ പ്രവചനം 10-ാം അധ്യായം. യെഹെസ്കേൽ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. നമുക്കത് ആദ്യത്തെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അത് മനസ്സിലാകും. അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെരൂബുകളുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ നീലക്കല്ല് പോലെ സിംഹാസനത്തിന്റെ സാദൃശ്യത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണാൻ വന്നു. അപ്പൊ ദൈവസിംഹാസനത്തെ വഹിക്കുന്ന അല്ലെങ്കിൽ ദൈവസിംഹാസനത്തിന്റെ കീഴേ ഉള്ള ദൂതഗണങ്ങളാണ്, ദൂതന്മാരാണ് കെരൂബുകൾ. കെരൂബുകളെ ദൈവസിംഹാസനത്തോട് ഏറ്റവും അടുത്ത് കാണുന്ന ദൂതന്മാരാണ് കെരൂബുകൾ എന്ന് പറയുന്നത്. ഇപ്പം എല്ലാ ദൂതന്മാർക്കും ഈ പദവിയില്ല. സാറാഫുകൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ഗബ്രിയേൽ, മിഖായേൽ തുടങ്ങിയ ദൂതന്മാർക്ക് ദൈവത്തിൻ്റെ ആജ്ഞ അതുപോലെ നിവർത്തിക്കാൻ കഴിയും. അവരൊക്കെ ശക്തിമാന്മാരായ ദൂതന്മാരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ദൂതന്മാർ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കാൻ നിൽക്കുന്നവരാണ്. എല്ലാ ദൂതന്മാരും ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരാണ്. ഇവിടെ നമ്മൾ കാണുന്നത് കെരൂബുകളുടെ തലയ്ക്ക് മീതെ ഒരു സിംഹാസനം. ആ സിംഹാസനത്തിൽ ശണവസ്ത്രം ധരിച്ച പുരുഷൻ. ഇനി 10-4 വായിക്കുമ്പോൾ, എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിന്മേൽ നിന്ന് പൊങ്ങി. അപ്പോൾ കെരൂബിൽ നിന്ന് ഈ മഹത്വം പോവുകയാണ്. ഈ മഹത്വം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് അവിടെ താഴോട്ട് എഴുതുന്നത് എല്ലാ വാക്യങ്ങളൊന്നും വായിച്ച് ഞാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആ കെരൂബുകൾ അതിൻ്റെ ചിറകിൻ്റെ കീഴിൽ മനുഷ്യൻ്റെ കൈ പോലെയുള്ള ഒന്നുണ്ട്. അത് അതിന് തീ, കെരൂബിൻ്റെ തമ്മിലുള്ള തീയിലേക്ക് നീട്ടി ആ കുറേ തീയെടുത്ത് ശണവസ്ത്രം ധരിച്ചവൻ്റെ കയ്യിൽ കൊടുത്തു. അവനത് വാങ്ങി പുറപ്പെട്ടു പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൽ 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം മുതൽ വായിച്ചു നോക്കണം. 1-ാം അധ്യായത്തിൽ കാണുന്നതും 10-ാം അധ്യായത്തിൽ കാണുന്നതും എല്ലാം ഒരുപോലെയുള്ള കാര്യങ്ങൾ. അതൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. 10-14 വായിക്കുമ്പോഴത്തേക്ക് ഓരോ കെരൂബിനും 4 മുഖം ഉണ്ടായിരുന്നു. 1-ാമത്തെ മുഖം കെരൂബ് മുഖം, 2-ാമത്തെ മുഖം മാനുഷ്യമുഖം, 3-ാമത്തേത് സിംഹമുഖം, 4-ാമത്തേത് കഴുകുമുഖം. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 4 മുഖങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ്: സിംഹമുഖം, കഴുകുമുഖം, മാനുഷ്യമുഖം. അവിടെ പറയാത്ത ഒരു മുഖമുണ്ട്, അതിനെയാണ് കെരൂബ് മുഖം എന്ന് പറയുന്നത്. അപ്പോൾ 4 മുഖങ്ങളാണ് കെരൂബിന്. 4 മുഖങ്ങൾ. ഒന്ന് സിംഹമുഖം, 2-ാമത്തേത് കാളമുഖം, 3-ാമത്തേത് മനുഷ്യമുഖം, 4-ാമത്തേത് കഴുകുമുഖം. അവിടെ ഒരു മുഖം പറയാതെ വിട്ടിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇനി അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കും. അതുകൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം അങ്ങനെ അങ്ങ് വിടാം. ഇത് ഞാൻ ആ കണ്ട കാഴ്ച എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ 10-20 നമ്മൾ വായിക്കുമ്പോൾ ഇത് കവാർ നദീ തീരത്ത് വെച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കീഴേ കണ്ട ജീവികൾ തന്നെ അവ കെരൂബുകൾ എന്ന് ഞാൻ ഗ്രഹിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ കീഴിൽ ആയിരിക്കുന്ന ദൂതസഞ്ചയമാണ്, അല്ലെങ്കിൽ സിംഹാസനത്തിനോട് ഏറ്റവും അടുത്ത് ശുശ്രൂഷിക്കുന്ന ദൂതന്മാരുടെ ഗണത്തെയാണ്, അല്ലെങ്കിൽ ഏറ്റവും ഹയർ റാങ്കിലുള്ള ദൂതന്മാരെയാണ് കെരൂബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ദൂതന്മാരെ 3ആയിട്ട് തിരിക്കും. ഒന്ന് ദൂതന്മാർ, 2-ാമത്തേത് സറാഫുകൾ, 3-ാമത്തേത് കെരൂബുകൾ. ഇനി ഇതുപോലെ
വീണുപോയ ദൂതന്മാരെയും മൂന്നായിട്ട് തിരിക്കും. അതിനകത്തൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ഈ ഒന്നാമത്തത് ദൂതന്മാരെന്ന് പറയുമ്പോൾ അതിനകത്താണോ മീഖായേലും ഗബ്രിയേലും ഒക്കെ വരുന്നത്? മീഖായേലും ഗബ്രിയേലും വരുന്നത് ആ ഗണത്തിലാണ്. ദൂതന്മാരെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ ദൂതന്മാരാണ് മീഖായേലും കെരൂബുകൾ. ആ മീഖായേലും ഗബ്രിയേലും അതാണ് ആർക്കേഞ്ചൽസ്. അവരിലുള്ള 7 ആർക്കേഞ്ചൽസ് ഉണ്ട്. അവർ രണ്ടുപേരും ആർക്കേഞ്ചൽസ് ആണ്. അതിൽ പ്രധാന ദൂതൻ എന്ന് പറയുന്നത് മീഖായേലിനെയാണ് നമ്മൾ അറിയുന്നത്. എന്നാൽ മീഖായേലും മാത്രമല്ല, മീഖായേൽ അല്ലാതെ വേറെ പ്രധാന ആർക്കേഞ്ചൽസ് വേറെ കാണും. എന്നാൽ യുദ്ധത്തിന്റെ ആർക്കേഞ്ചൽ എന്ന് പറയുന്നത് മീഖായേൽ. അതുകൊണ്ടാണ് വേദപണ്ഡിതാക്കന്മാർ പറയുന്ന ഒരു അഭിപ്രായമാണ് 7 ദൂതന്മാർ 7 കാഹള ഊതാൻ നിർത്തിയെന്ന് പറഞ്ഞ് ഇന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവർ അപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങളുള്ള ദൂതന്മാരല്ല. അതിന് ഈ ദൂതന്മാരുടെ അധികാരത്തെ പലതായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിന് സിംഹാസനങ്ങളുണ്ട്, വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ നിലയിലാണ് ദൂതന്മാരുടെ അധികാരം. അതുപോലെ തന്നെയാണ് അശുദ്ധ ദൂതന്മാർ, വീണുപോയ ദൂതന്മാർക്കും അവർക്കും വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്കറിയാം. എഫേസ്യലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ വാഴ്ചകൾ, അധികാരങ്ങൾ. ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതി. നമ്മൾ ഇംഗ്ലീഷിൽ അത് വായിച്ചു കഴിഞ്ഞാൽ ആ വ്യത്യസ്തമായ നിലയിൽ സാത്താന്യ ലോകത്തിലും അതിൻ്റെ ദൂതന്മാർക്ക് അധികാരത്തിന് അല്ലെങ്കിൽ ശക്തിക്ക് വ്യത്യാസം, ദുഷ്ടതയ്ക്ക് വ്യത്യാസം. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യരിൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോയിട്ട് നീരോട്ട് തണുപ്പന്വേഷിച്ച് നടന്നതാണ്. നമ്മൾക്കത് അറിയാവുന്ന വാക്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതൊക്കെ പറഞ്ഞു പോകും. നീരുള്ള സ്ഥലം തണുപ്പന്വേഷിച്ച് നടക്കുക. നീരുള്ള സ്ഥലം കാണാത്തത് കൊണ്ട് ഇവൻ തിരിച്ചു വന്നപ്പോൾ വിട്ടുപോയ വീട് അടിച്ചു വാരിയൊക്കെ വൃത്തിയാക്കിയിട്ടിരിക്കുക. അവിടെ ഇതിരിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ അവൻ ചെന്ന് തന്നിലും ദുഷ്ടതയേറിയ 7 ദുരാത്മാക്കളെ വിളിച്ചുകൊണ്ടുവന്ന് അവർ ഇപ്പോൾ 7+1 8 പാർക്കുന്നത്. ആ മനുഷ്യൻ്റെ അവസ്ഥ പണ്ടത്തെ ഇതിലും കാട്ടിൽ വലിയ വലിയ ഭീകരമായിരിക്കുമെന്നാണ് വചനം പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഇതാണ്, ദുഷ്ടത ഏറിയതും ദുഷ്ടത കുറഞ്ഞതുമായ ദൂതന്മാരും. വെളിപ്പാട് പുസ്തകം തന്നെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ശക്തിയേറിയ ദൂതന്മാരും ആ പല നിലയിലുള്ള ദൂതന്മാരുണ്ട്. അതുപോലെ ദുരാത്മാക്കളുണ്ട്. അത് ഞാൻ ഇച്ചിരി ഞാൻ എന്ന് പറഞ്ഞു പോകാം. വീണുപോയ ദൂതന്മാരെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ കൂട്ടം എന്ന് പറയുന്നത് സ്ഥിരമായി തടവിലാക്കപ്പെട്ടിരിക്കുന്നു, പെർമനൻ്റലി കൺഫൈൻഡ്. അവരെ അഴിച്ചുവിടത്തില്ല. പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ അത് എന്താണെന്നുള്ളത് ഇനി പിന്നീട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ പോയ ദൂതന്മാരെ എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അവരെ തടവിലാക്കിയിരിക്കുക. അവർക്ക് അവിടുന്ന് മോചനമില്ല. അവരെ ന്യായവിധിക്കായിട്ട് സൂക്ഷിച്ചിരിക്കുക. അപ്പോൾ അത് പറയുമ്പം നമ്മൾ ന്യായവിധിയിലോട്ട് വരണം. വേദപുസ്തകത്തിൽ 7 ന്യായവിധികൾ, കുറഞ്ഞത് 7 ന്യായവിധികൾ കാണും. ആ 7 ന്യായവിധികൾ നമുക്ക് ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും പഠിച്ചു പോകണം. 7 ന്യായവിധികൾ, വേദപുസ്തകത്തിലുള്ള 7 ന്യായവിധികൾ. ഇപ്പോൾ അതെല്ലാം കൂടെ പറഞ്ഞു പോയാൽ നമുക്ക് ഒന്നും കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതിലൊരു ന്യായവിധിയാണ് ദൂതന്മാരുടെ ന്യായവിധി. 7 ന്യായവിധികളിലുള്ള ഒരു ന്യായവിധിയാണ് ദൂതന്മാരുടെ ന്യായവിധി. പ്രൈസ് ദി ലോർഡ്. അത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളത് പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ഈ ദൂതന്മാരെ ന്യായം വിധിക്കുന്നത് നമ്മളാണ്, ദൈവസഭയാണ്. അതുകൊണ്ടാണ് പറഞ്ഞില്ല, നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലേ, അതുകൊണ്ട് ഇപ്പം നീ വിധിക്കരുതെന്ന്. നമ്മൾ ആ ന്യായവിധി നമ്മളെയാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിലേക്ക് നമുക്കറിയാം ജൂറിമാരുണ്ട്. പ്രധാന ന്യായാധിപൻ ഇരിക്കുമ്പോൾ തന്നെ ജൂറിമാർ. ആ ജൂറിമാരുടെ അഭിപ്രായം വളരെ പ്രാധാന്യം. അപ്പം അതുപോലെ നമ്മളെ കഷ്ടപ്പെടുത്തിയ, നമ്മളോട് പോരാടിയ ഈ ദൂതന്മാരെല്ലാം ഏതൊക്കെ പേര് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചു, ഇതിനെല്ലാം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. നമ്മൾ ന്യായം വിധിക്കും ഒരു ദിവസം. ഇപ്പോൾ ദൂതന്മാരുടെ ന്യായവിധി ഞാൻ പറഞ്ഞു വന്ന ആ ഭാഗത്തേക്ക് വരാം. പെർമനൻ്റ്ലി കൺഫൈൻ, സ്ഥിരമായി തടവിലാക്കിയിരിക്കുന്നതായ ദൂതന്മാരുണ്ട്. അതുപോലെ ടെമ്പററി ആയിട്ട് അവരെ തടവിലാക്കിയിരിക്കുന്നതായ ദൂതന്മാരുണ്ട്. താൽക്കാലികമായിട്ട് എന്ന് പറഞ്ഞാൽ ഇവർ ജയിലില്ല, പക്ഷേ ഇവരെ വേണമെങ്കിൽ തടവ് പുള്ളികളെ പരോളിൽ വിടുന്നത് പോലെ ഇവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് അഴിച്ചു വിടും. കർത്താവിനെ ഉദ്ദേശം സാധിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഈ പുള്ളികളെ ഒന്ന് അഴിച്ചു വിടും. അവർ ദുരാത്മാക്കളാണ്, പിശാചാണ്, ദൂതന്മാരാണ്, പിശാചിൻ്റെ വീണുപോയ ദൂതന്മാരാണ്. അവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് അഴിച്ചു വിടും. അത് നമ്മൾ കാണുന്നുണ്ട്. എവിടെ അതിന് തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി വെളിപ്പാട് ദിവസം വായിച്ചിട്ടുള്ളവർക്കറിയാം, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചു വിടുവീൻ എന്ന് ദൈവം കൽപ്പിക്കുകയാണ്.
അപ്പോൾ ഈ ഓരോ ദൂതനും ഓരോ കമാൻഡർമാരാണ്. ഓരോരുത്തരുടെ കീഴിൽ 5 കോടി വീതം പാതാളപ്പടയുണ്ട്. 20 കോടി പാതാളപ്പട ഈ കമാൻഡർമാരുടെ നേതൃത്വത്തിലുള്ള ഇവര് വന്ന് അന്ന് ഉള്ളതായ ജനത്തെ കൊല്ലാൻ പോവുകയാണ്. ഈ 4 ദൂതന്മാരെ അഴിച്ചുവിടും എന്ന് പറഞ്ഞാൽ ഇവരെപ്പം ബന്ധിച്ചിരിക്കുകയാണ് കർത്താവിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി അഴിച്ചുവിടും. അതുപോലെ അഗാധ കൂപത്തിൽ നിന്ന് പെരുഞ്ചുളയിലെ പുക പോലെ പൊങ്ങിയപ്പോഴത്തേക്ക് വെട്ടുക്കിളിക്ക് സദൃശമായ ഓരോ ജീവികൾ, അത് പൈശാചിക ദൂതന്മാരാണ്. അവരെ തടവിലിട്ടിരിക്കുക, അവരെ അന്ധകാരത്തിൽ കീഴിൽ തടവിലിട്ടിരിക്കുക. അവരെ 5 മാസം മനുഷ്യരെ അന്ന് ദണ്ഡിപ്പിക്കാനായിട്ട് അവരെ അഴിച്ചുവിടും. അപ്പോൾ ഞാൻ പറഞ്ഞതിന് സാരം ഇവരെ കൺഫൈൻഡാണ്, അവരെ ബന്ധിച്ചിട്ടിരിക്കുക. പക്ഷേ താൽക്കാലികമായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ പരോളിൽ തടവുകാരെ ജയിലിൽ നിന്ന് വിടുന്നത് പോലെ ഇവരെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അഴിച്ചു. എന്നാൽ 3ാമത്തെ കൂട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ സ്വതന്ത്രരായിരിക്കുന്ന ദുരാത്മാക്കൾ. അവർക്ക് പ്രവർത്തിക്കാം സാത്താൻ്റെ കീഴിൽ. സാത്താനാണ് അതിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അപ്പോൾ ഇവർ ഇപ്പോൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ്. മനസ്സിലാകുന്നുണ്ടോ? വീണുപോയ ദൂതന്മാരെ, വിശുദ്ധ ദൂതന്മാരെ 3ആയിട്ട് തിരിച്ചതുപോലെ വീണുപോയ ദൂതന്മാരെയും 3ആയിട്ട് നമുക്ക് തിരിക്കാം. അതിൽ ആദ്യത്തേത് ഒരിക്കലും അഴിച്ചുവിടാതെ ബന്ധിച്ചിരിക്കുന്ന ദൂതന്മാരാണ്. അവരുടെ തങ്ങളെ വാഴ്ച കാത്തുകൊണ്ടുപോയ ഭീകരന്മാർ. അവരെ അഴിച്ചുവിടാനൊക്കെ ഭയങ്കരന്മാർ. അവരെ സ്ഥിരമായി ബന്ധിച്ചിട്ടിരിക്കുക. ഇനി അവരെ കൊണ്ടുവരുന്നത് ദൂതന്മാരുടെ ന്യായവിധിക്ക്, ഇവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്, വിധിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും കൊണ്ടുവരുന്നത്. അതിനകത്തുള്ളതാണോ പഴയ പാമ്പെന്ന് പറയുന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ പഴയ പാമ്പെന്ന് പറയുന്നത് സാത്താന്റെ പേരാണ്, ലൂസിഫർ. ഇവന്റെ എല്ലാത്തിൻ്റെ ഹെഡാണ്. ദൈവത്തിന് തൃത്വം ഉള്ളതുപോലെ തന്നെ സാത്താനൊരു ട്രിനിറ്റി ഉണ്ട്, ഒരു തൃത്വമുണ്ട്. അതിൽ പിതാവായ ദൈവത്തിന് വിരുദ്ധമായി, പിതാവായ ദൈവത്തിൻ്റെ ശക്തിയൊന്നുമില്ല. പിതാവായ ദൈവത്തെ ഉള്ളത് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ മഹാസർപ്പം, അത് സാത്താൻ. 2ാമത്തേത് ട്രിനിറ്റിയിലുള്ള ആളാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്തിക്രിസ്തു, എതിർ ക്രിസ്തു. 3ാമത്തേത് കള്ളപ്രവാചകനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ നരകത്തിന് 5 ഭാഗങ്ങളുണ്ട്. അതിൽ ഇതുവരെ ഉദ്ഘാടനം ചെയ്യാത്ത ഒരു സ്ഥലമാണ് തീ കത്തുന്ന പൊയ്ക എന്ന് പറയുന്നത്. അത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. അവിടെ അതെന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് സാത്താനും അവൻ്റെ ദൂതന്മാരും ഒടുവിലായി ശിക്ഷിക്കപ്പെട്ട് അവിടേക്കാണ് തള്ളപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം സാത്താൻ ഇഷ്ടമില്ലാത്തൊരു പുസ്തകമായിട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ അന്ത്യന്യായവിധി, അവൻ്റെ അവസാനം എന്താണെന്നുള്ളത് വെളിപ്പെട്ട് വരുന്നത് വെളിപ്പാട് പുസ്തകത്തില്ല. ഇപ്പം നമ്മൾ ഈ സാത്താനെക്കുറിച്ചൊന്ന് പറഞ്ഞു പോകാം. ഇനിയും സമയമില്ല. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് ആവർത്തിക്കാം. ഇപ്പോൾ ഏതാണ്ട് 9:30 തുടങ്ങി. അതുകൊണ്ട് ഇനി 5-6 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഇന്ന് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ പറയുക, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പൈശാചിക ദൂതന്മാർ ഉണ്ട്. അവരെയാണ് ദുരാത്മാക്കളെന്ന് വിളിക്കുന്നത്. വേദപുസ്തകത്തിൽ ദുരാത്മാക്കളെന്ന് വിളിക്കുന്ന നമ്മൾ കാണുന്ന ഇവരൊരു 20 കൂട്ടം കാര്യങ്ങൾ ചെയ്യും. ഞാൻ അത് ഒന്ന് പറഞ്ഞു പോകാം. എങ്ങനെ നമുക്ക് സാത്താൻ അതിൻ്റെ വാർഫെയർ ഒന്ന് പഠിക്കണം. നമ്മൾ ഹോളി വാർ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ യുദ്ധം എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ശത്രുവിനെ അറിഞ്ഞെങ്കിലല്ലേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ശത്രു ആരാണ്, അവൻ്റെ കഴിവ് എന്താണ്, ശക്തി എന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ യുദ്ധം ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കെതിരായി നിൽക്കുന്ന സാത്താനെ കുറിച്ച്, അവൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാം. ദുരാത്മാക്കളെന്ന് പറഞ്ഞാൽ എന്താണ്, ദുരാത്മാക്കൾ ആരാണെന്നുള്ളതിനെ കുറിച്ച് വേദപണ്ഡിതാക്കന്മാരുടെ ഇടയിൽ ഒരുപാട് അഭിപ്രായമുണ്ട്. അതിൽ ഒരഭിപ്രായം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞ ഭൂമിക്ക് 7 അവസ്ഥയുണ്ട്. അതിൽ ആദിമഭൂമി, സാത്താൻ ലൂസിഫർ ഭരിച്ചുകൊണ്ടിരുന്നതായ ആദിമഭൂമി, അന്നുണ്ടായിരുന്ന ജീവജാലങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടും. ചിലർ അവകാശപ്പെടുന്നത് അവരെ പ്രളയത്താൽ അവർ നശിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അവരുടെ ആത്മാക്കളാണ് ദുരാത്മാക്കളെന്ന് നമ്മൾ ഈ വായിക്കുന്ന ദുരാത്മാക്കളെന്നാണ് ഒരഭിപ്രായം. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, തെറ്റായിരിക്കാൻ സാധിക്കും. വേറെ ചിലർ പറയുന്നത് ഈ മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ആത്മാക്കളാണ് ദുരാത്മാക്കളെന്ന് പറയുന്നത്. അപ്പോൾ അത് പലരും ഇങ്ങനെ ധരിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ തൂങ്ങിച്ചത്ത സ്ഥലത്തൂടെ ഒന്നും ആരും അധികം പോകാത്തത്. വിഷം കുടിച്ച് ചത്ത ആളുകളോ അല്ലെങ്കിൽ അപകട മരണം സംഭവിച്ചതോ അങ്ങനെയൊക്കെയുള്ള അപകടം വന്നിട്ട് മരിച്ചവരുടെ ഒരു മരിച്ച സ്ഥലത്തോടൊന്നും പെന്തക്കോസ്തുകാരും പലരും പോകാറില്ല, പേടിയാണ്. കാരണം അവിടെ ഇങ്ങനെ കണ്ണും തള്ളിയൊക്കെ ഇങ്ങനെ ഇരിക്കുമെന്നുള്ളൊരു ധാരണയാണ്. ഹല്ലേലൂയ. അപ്പോൾ തൂങ്ങിച്ചത്തതുകൊണ്ടോ വിഷം കുടിച്ചത്തതുകൊണ്ടോ അപകടത്തിൽ മരിച്ചതുകൊണ്ടോ അങ്ങനെയുള്ള ആത്മാക്കൾ
അവർ ആ ആത്മാക്കളല്ല ദുരാത്മാക്കളെന്ന് പറയും. പക്ഷെ അവരുടെ വേഷത്തിൽ വരുന്ന പല ദുരാത്മാക്കളുണ്ട്, മരിച്ചുപോയ അവരുടെ പേരിൽ വരുന്ന ദുരാത്മാക്കളുണ്ട്. നമുക്കറിയാം, ഈ യാക്കോബക്കാരുടെ ഇടയിൽ മരിച്ചു കഴിഞ്ഞാൽ വെള്ളയും കരിപ്പടവും പിരിച്ചു വെച്ചേക്കും. ഈ മരിച്ചുപോയ ആത്മാക്കൾ അപ്പച്ചൻ മരിച്ചുപോയെങ്കിൽ അപ്പച്ചൻ്റെ ആത്മാവ് വന്ന് ഇടയ്ക്ക് അവിടെ വിശ്രമിക്കുമെന്ന്, അവിടെ കിടന്ന് ഇച്ചിരി കിടത്തേച്ചൊക്കെ പോകത്തുള്ളൂ. മരിച്ചുപോയവരുടെ ആത്മാക്കൾ 40 ദിവസം ഈ ഭൂമിയിൽ കറങ്ങി നടക്കുമെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ വരുന്ന പൈശാചിക ശക്തികളുണ്ട്. ഇതുപോലെ അതേപോലെ വല്യപ്പച്ചൻ്റെ ശബ്ദത്തിലും അതേ ആംഗ്യത്തിലും ഒക്കെ ആരുടെയെങ്കിലും ദേഹത്ത് കയറിയ ദുരാത്മാക്കൾ അതുപോലെ ആക്ട് ചെയ്യും. അപ്പം അത് ഈ മരിച്ചുപോയവരുടെ ആത്മാക്കളല്ല. മരിച്ചുപോയവരുടെ ആത്മാക്കൾ എങ്ങോട്ടാണ് പോകുന്നത് അത് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഇന്നിപ്പോൾ പറയാനുള്ള നേരെയില്ല. ഒരാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ എവിടോട്ടാണ് പോകുന്നത്? ദുഷ്ടനായ മരിച്ചു എങ്ങോട്ട് പോകും? വിശുദ്ധനായ ആൾ മരിച്ചാൽ എങ്ങോട്ട് പോകും? നമുക്കതിനെക്കുറിച്ചൊരു നല്ല ബോധം ഉണ്ടായിരിക്കും. അത് നമുക്ക് കർത്താവിനെ വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇന്നിനി പറഞ്ഞു പോകാൻ നേരെയില്ല. ഇപ്പോൾ തന്നെ 9:30 നമ്മുടെ ക്ലാസ് നിർത്തേണ്ട സമയമായി. അടുത്ത ക്ലാസ് വരുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഓർത്ത് പറയാം. ഇപ്പം മരിച്ചുപോയ അവരുടെ ആത്മാക്കൾ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് അതിനെക്കുറിച്ചൊരു നല്ല ബോധ്യം ഉണ്ടാകും. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് നരകം എന്ന് പറയുന്നതിനെക്കുറിച്ച് പഠിക്കണം. നരകത്തിന് 5 ഭാഗങ്ങളുണ്ട്, കുറഞ്ഞത് 5 ഭാഗങ്ങളുണ്ട്. അത് കർത്താവിന് വെച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ മരിച്ചുപോയവരുടെ ആത്മാക്കളാണെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അതല്ല. മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഒരിക്കലും ഇവിടെ കറങ്ങി നടക്കത്തില്ല. അവരൊന്നുകിൽ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു നരകമുണ്ട്, ആ നരകത്തിലോട്ട് പോകും. ആ സ്ഥലത്തിൻ്റെ പേരാണ് ടോർമെന്റ് പ്ലേസ്, അല്ലെങ്കിൽ യാതനാസ്ഥലം. മരിച്ച ധനവാൻ, കർത്താവ് ലാസറിൻ്റെയും ധനവാന്റെയും കാര്യം പറഞ്ഞു. അത് സംഭവകഥയാണ്. അത് ഇതൊരു ഉപമയല്ല, നടക്കാത്തൊരു കാര്യമല്ല, വെറുതെ പറഞ്ഞതുമല്ല. അത് അങ്ങനെ തന്നെ സംഭവിച്ചൊരു കാര്യമാണ്. ഒരു ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് കർത്താവ് ആ കാര്യം പറയുന്നത്. അത് യഥാർത്ഥത്തിൽ നടന്ന കാര്യം. ധനവാൻ മരിച്ചപ്പോൾ എങ്ങോട്ട് പോയി? യാതനാ സ്ഥലത്തേക്ക്, ടോർമെന്റ് പ്ലേസിലേക്ക്. ഇപ്പം നരകത്തിൻ്റെ 5 പാർട്ടുകളുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധനായ ആൾ മരിച്ചു കഴിഞ്ഞാൽ നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. അത് പിന്നീട് പറഞ്ഞങ്ങ് നിർത്തുകയാണ്. എന്നാൽ മരിച്ച ദുഷ്ടന്മാരുടെ ആത്മാക്കൾ ഇപ്പോഴും പോകുന്നത് ഈ ടോർമെന്റ് പ്ലേസിലാണ്. അതൊരു ടെമ്പററി ജയിലാണ് എന്ന് പറഞ്ഞാൽ സബ് ജയിൽ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ സ്ഥിതി പറഞ്ഞ ഒരാളിനെ അറസ്റ്റ് ചെയ്തു, കൊലപാതക കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച്, ഇവിടുത്തെ നിയമം അനുസരിച്ച് ഒരാളിൻ്റെ ശിക്ഷ തെളിയുന്നത് വരെ ആൾ നിരപരാധിയാണ്. കുറ്റക്കാരനെന്ന് തെളിഞ്ഞെങ്കിൽ മാത്രമേ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അയാൾ കൊലപാതകത്തിൽ പിടിക്കപ്പെട്ട ആളെങ്കിലും മോനെ നീ പൊയ്ക്കോന്ന് പറഞ്ഞ് പോലീസുകാർ ഉമ്മ കൊടുത്തൊന്നും വിടത്തില്ല. അവനെ കൊണ്ടുപോയി ഇടുന്ന സ്ഥലമാണ് സബ് ജയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കിടക്കും. അവിടെ കടന്നു കഴിഞ്ഞാൽ വിസ്താരത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരും. വിസ്തരിച്ച് കഴിഞ്ഞാൽ പിന്നെ പോലീസുകാരെ കൊണ്ടുവന്ന് പിന്നെ അവിടെ കൊണ്ടു കയറ്റും. അവിടെ കിടക്കുക. ഇത് സബ് ജയിലാണ്. അവിടുന്ന് ഇവൻ കുറ്റക്കാരനെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവനെ വിധിക്കുമ്പോൾ 12 വർഷത്തെ തടവ്, ജീവപര്യന്തം തടവ് എന്ന് പറയുമ്പോഴത്തേക്ക് അവനെ സെൻട്രൽ ജയിലിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ സെൻട്രൽ ജയിലെന്ന് പറയുന്നതാണ് തീയും ഗന്ധവും കത്തുന്ന പൊയ്ക. എന്നാൽ മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ അവരങ്ങനെ കറങ്ങി നടക്കത്തൊന്നുമില്ല. ഒന്നുകിൽ അവർ ആത്മാക്കള് വിശുദ്ധന്മാരുടെ ആത്മാക്കളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ സ്വർഗീയ പർദീസയിലാണ്. അല്ലെങ്കിൽ ദുഷ്ടന്മാരായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവർ യാതനാ സ്ഥലത്തേക്ക് പോകും. അവിടെ തീയാണ്. ആ യാതനാ സ്ഥലത്തുള്ള കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. മനസ്സിലാവുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് കള്ളം പറഞ്ഞും കള്ളസാക്ഷ്യം പറഞ്ഞും വേദത്തരം കാണിച്ചൊന്നും ജീവിക്കരുത്. നേരെ ജീവിച്ചില്ലെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമാണ്. വിചാരിക്കുന്നത് പോലൊന്നുമല്ല. ഇവിടെ പേര് കിട്ടും, ഇവിടെ നല്ല അഡ്രസ്സ് കിട്ടും, നല്ല അടക്കം കിട്ടും. പക്ഷെ നേരെ പോകുന്നത് യാതനാ സ്ഥലത്തോട്ടാണ്. ഇവിടെ കിടന്നുകൊണ്ട് ലാസർ ധനവാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. ആയുസ്സിൽ ആദ്യമായിട്ട് ആ തല ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം, മരിച്ച ശേഷം കഴിക്കുന്ന ഒരു കാര്യത്തിന് ഒരുവനെ രക്ഷിക്കാൻ കഴിയത്തില്ല. അവിടുത്തെ പ്രാർത്ഥന പോലും കേട്ടില്ല. അവൻ ആയുസ്സിൽ പ്രാർത്ഥിക്കാത്തവൻ. പക്ഷെ അവന് അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന എങ്ങനെയാണ്? ലാസറിനെ ഒന്നിങ്ങോട്ട് അയക്കണമെന്ന്. അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഈ പിളർപ്പ് കഴിഞ്ഞ് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടൊരാളിന് വരാൻ പറ്റുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഭൂമിയിൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ഒരു ദിവസം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ജീവിത വിശുദ്ധി സൂക്ഷിച്ച് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കാത്ത എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ യാതനാസ്ഥലത്തേക്ക് പോകും.
പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വചനം നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തുനിന്നൊരു ചിന്ത ഉണ്ടാകണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയെങ്കിൽ തീർച്ചയായിട്ടും ആ നിലയിൽ കർത്താവിനെ എതിരേൽപ്പാൻ യോഗ്യരായി വിശുദ്ധിയിൽ നിന്ന് കർത്താവിനെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. ഈ ദുരാത്മാക്കൾ ആരാണെന്നും എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും സാത്താനെ കുറിച്ച് ഒരു അല്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഈ ക്ലാസ് ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് അജോയ് പാസ്റ്ററെ തിരിച്ചേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്.